കുഴപ്പമില്ല, 90% കുഴപ്പമില്ല. മുട്ടിന് ചെറിയ വേദനയുണ്ട്. മുട്ടിന് ചെറിയ വേദന, അതൊഴിച്ചാൽ മൈത്രേയൻ ഫുൾ എനർജറ്റിക് ആണ്, ഹെൽത്തി ആണ്. നമ്മൾ ഇന്ന് നമ്മൾ എല്ലാവരും എന്താണ് മോശം എന്നൊക്കെ പറയുന്ന നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ആദ്യകാലത്തൊക്കെ അത് വളരെ പവിത്രമായിട്ടാണ് കണ്ടിരുന്നത്. അത് ഈ കൃഷിസ്ഥലത്ത് തളിച്ചിട്ടൊക്കെ ഫെർട്ടിലിറ്റി റൈറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വിളവുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പൂജകളൊക്കെ ചെയ്യുന്നതിന് ഈ ആർത്തവരക്തം ഉപയോഗിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന സമൂഹത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ദൈവങ്ങളൊക്കെയാണ് പിന്നെ ഉണ്ടാകുന്നത്. പുരുഷന്മാരുടെ വിഷ്ണു ശിവനും അവരുടെ ഭാര്യമാരാകാനുള്ള യോഗ്യത പിന്നെ സ്ത്രീകൾക്കുണ്ടായി. ഇത് സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ദൈവങ്ങളെല്ലാം. ഇനി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ലോകത്തോട്ട് പോയി കഴിഞ്ഞാൽ അച്ഛനും മോനും ഉണ്ട്, അമ്മയില്ല. പക്ഷേ ഇവരുണ്ടാക്കിയ തൃത്വം എന്ന് പറയത്തില്ലേ, അച്ഛനും പിതാവും പുത്രനും പിന്നെ പരിശുദ്ധാത്മാവ്, അതാരാടാ നമ്മൾ ചോദിക്കണ്ടേ? അത് ഈ സ്ത്രീയെ മാറ്റി വെച്ചതാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവ് അതാ ഇവിടുന്ന് വരുന്നത് നമ്മൾ പറയണ്ടേ? നമ്മുടെ കൺസെൻറ്റോടെ നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നിടത്താണ്, അവിടെയാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന മേഖല. അറിഞ്ഞ് അനുവാദം കൊടുക്കാനുള്ള കഴിവുള്ള ആളിനെ ഉണ്ടാക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. ഇതുകൊണ്ടാണ് നമ്മുടെ വീടുകളിനകത്ത് ഈ പഴയ കാലത്തെ വേദങ്ങൾ വായിച്ച് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഭരണഘടനയാണ് വായിച്ച് പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമാണ് ഉണ്ടാകേണ്ടത്. തുല്യതയെപ്പറ്റിയുള്ള അറിവാണ് ഉണ്ടാകേണ്ടത്. ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആള് നമ്മുടെ കൂടായ നമുക്ക് കൊള്ളാം, അപ്പോൾ നമുക്ക് നല്ല പ്രണയം ഉണ്ടാകും. ഹായ് ഹലോ, മീഡിയ ഭാരതിലെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അഥീന. ഇന്ന് നമ്മുടെ അതിഥിയായിത്തീരിക്കുന്നത് മൈത്രേയനാണ്. മൈത്രേയ, വെൽക്കം ടു മീഡിയ ഭാരത്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഹൗ ആർ യു എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മൈത്രേയൻ എന്ന് മറുപടി പറയും? കുഴപ്പമില്ല, 90% കുഴപ്പമില്ല. മുട്ടിന് ചെറിയ വേദനയുണ്ട്. മുട്ടിന് ചെറിയ വേദന, അതൊഴിച്ചാൽ മൈത്രേയൻ ഫുൾ എനർജറ്റിക് ആണ്, ഹെൽത്തി ആണ്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചോദ്യത്തിന് എത്ര പ്രസക്തി ഉണ്ട് എന്നാണ് മൈത്രേയന് തോന്നിയിട്ടുള്ളത്? ഈ ഒരു ഹൗ ആർ യു അല്ലെങ്കിൽ ആർ യു ഓക്കെ, അതൊരു ഉപചാര വാക്കാണ്. അതിലപ്പുറം അതിനൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൗ ആർ യു, ക്ഷേമം ചോദിക്കുന്ന വാക്ക് എന്നുള്ള അർത്ഥം. ഓക്കെ, പിന്നെ മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം, പ്രണയം, ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള പ്രത്യേകത എന്താണ്? എന്നെ സംബന്ധിച്ചെന്നുള്ള അർത്ഥത്തിലല്ല, പൊതുവെ ആ വിഷയം പറയുന്നത് സ്നേഹവും പ്രണയവും എന്ന് പറയുന്ന രണ്ടും സംസ്കൃത വാക്കാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എന്നുള്ളതാണ് ശരിക്കുള്ള വാക്കിൻ്റെ അർത്ഥം. ധാരയായി ഒഴിക്കുന്ന അവസ്ഥയിൽ നമ്മളത് ഉപയോഗം കൊണ്ട് ഇന്നത് അർത്ഥമാക്കുന്നത് എല്ലാത്തിനോടും തോന്നുന്ന വികാരമായിട്ടാണ് സ്നേഹം എന്നത്. പ്രണയം എന്ന് പറയുന്നത് ഇണകൾക്ക് തമ്മിലുണ്ടാകുന്ന വികാരം. ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. ഒരു ജീവിതത്തിൽ ഒരാൾക്ക് ഒരാളോട് മാത്രമേ ആത്മാർത്ഥ പ്രണയം തോന്നുകയുള്ളൂ. ഈ ഒരു പ്രസ്താവനയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുകയല്ല, അങ്ങനെയല്ല കാര്യങ്ങളെന്ന് അറിയുന്നതുകൊണ്ട്. ഞാനിങ്ങനെ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അങ്ങനെയല്ല. നമുക്ക് ലോകത്തിനെ പറ്റി ബയോളജി, ആന്ത്രപ്പോളജി, പിന്നെ ജീവനെ പറ്റിയൊക്കെ ഉള്ള അറിവ്. അതുകൊണ്ട് ഒരാളോട് മാത്രമേ പ്രണയം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് വെറും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. അതൊരു സാമൂഹികമായിട്ടുള്ള നിർമ്മിതിയാണ്. അത് രണ്ടുപേര് മാത്രം ചേർന്ന് ജീവിച്ച് കുഞ്ഞുങ്ങളെ നോക്കണമെന്ന് സമൂഹം കണ്ടുപിടിക്കുന്ന യുക്തി കൊണ്ടുണ്ടായതാണ്. അല്ലാതെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ജീവനകത്ത് ഒരു സമയത്ത് ഒരാളോട് പ്രണയം ഉണ്ടാവുകയും അത് കുറച്ച് നാൾ തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുതന്നെയും ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. സ്ത്രീകൾ സെലക്ട് ചെയ്ത് ബന്ധമുണ്ടാക്കുന്നവരാണ്, പുരുഷന്മാരങ്ങനെയല്ല. അത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇണ ആയിരിക്കുന്ന ആണും പെണ്ണും അതിനകത്ത് കൂടുതലും അങ്ങനെയാണ്. പക്ഷേ
അതൊരു എന്താ പറയണ്ടേ, കോംപ്ലക്സ് നമ്മൾ പറയും. സങ്കീർണ ജീവികൾ നമ്മളെപ്പോലുള്ള, നമ്മളെല്ലാം സങ്കീർണ ജീവികളായിട്ടാണ്, ലളിതമായിട്ടുള്ള ജീവികളല്ല. അവർക്കെല്ലാം പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പല ജീവികളിലും ഒരു സമയത്ത് തന്നെ പലരുമായി ബന്ധമുണ്ടാക്കുന്ന സ്ത്രീകളുമുണ്ട്. ഇപ്പം ചില പക്ഷിക്കൂട്ടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ കൂടുതലും അത് അധികം മുട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയാണ് ഉള്ളു. നമ്മളിപ്പോൾ സ്ത്രീ ആയാലും മുട്ട തന്നെയാണുള്ളത്. അണ്ഡം അതിൻ്റെ നമ്പർ എത്രത്തോളം കുറയുന്നതെന്നനുസരിച്ചിട്ടാണ് അത് ആ വ്യത്യാസം പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്. ധാരാളം മുട്ടയുള്ള അവർ ധാരാളം ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അത് പലതരത്തിൽ വൈവിധ്യങ്ങളുണ്ടാകേണ്ട ആവശ്യങ്ങളുണ്ട്. പക്ഷേ അണ്ഡത്തിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ചിട്ട് സ്ത്രീകളുടെ, മനുഷ്യ സ്ത്രീ എന്നുള്ളതല്ല, സ്ത്രീ ജീവി ആയിട്ടിരിക്കുന്ന അവർക്ക് വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാകുന്നതിനെ പരിപോഷിപ്പിച്ച് വളർത്തുന്നു കഴിഞ്ഞാൽ കുട്ടിക്കാലം, അവിടെയാണ് അത് നിർണ്ണയിക്കുന്നത്. അണ്ഡത്തിൻ്റെ എണ്ണം കുറയുന്നത് പോലെ കുട്ടിക്കാലത്ത് കൂടുതൽ പരിചരണം ആവശ്യമായ കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾക്ക് അവർ ഒരിണയെ മാത്രം നോക്കാറുള്ളൂ. അങ്ങനെ അതാണ് കൂടുതലും കണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഒരു ആണ് പെണ്ണെന്ന് പറയുന്ന രണ്ടെണ്ണം മാത്രമുള്ള ജീവികളുടെ എണ്ണം ലോകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എണ്ണിത്തീരാവുന്നേ ഉള്ളൂ. കോടിക്കണക്കിന് ജീവികളുള്ള സ്ഥിതിക്ക് അതിനകത്ത് നമ്മൾ ഇതുവരെ മനുഷ്യർക്ക് അറിയാവുന്ന ജീവികളുടെ ഇടയിൽ കുറച്ച് ജീവികളേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ മൊണോഗമസ് എന്ന് നമ്മൾ പറയുന്നത്, രണ്ടെണ്ണം മാത്രം കഴിയാം. ചില കിളികൾ, പെൻഗ്വിന് പോലുള്ള കിളികൾ, വേഴാമ്പൽ, പിന്നെ ചെന്നായിക്കകത്ത് ഒക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ വളരെ ഒരു മൈനോറിറ്റി നമ്മൾ പറയാവുന്ന നിലവാരത്തിലുള്ള ഇത് മാത്രം. അപ്പോൾ ഈ മുട്ടയായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പരിചരണം കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന സമയത്തൊക്കെയാണ് ഈ എണ്ണം കുറച്ച് ഉള്ളവരായിട്ട് വരുന്നത്, കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും കുട്ടിയെ വളർത്തിയെടുക്കുന്നത്. ഇപ്പം മുട്ടയിട്ട് പോകുന്ന ആമയ്ക്ക് ഇതിങ്ങനെ ഒരെണ്ണം ആലോചിക്കേണ്ട കാര്യമില്ല, ആരും പരിചരിക്കുന്നില്ല, സംഘം പോലുമല്ല. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ബയോളജി ഇങ്ങനെ പഠിക്കാമെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത്. പക്ഷേ മനുഷ്യർക്ക് പിന്നെ മനുഷ്യ ചരിത്രം സവിശേഷമായിട്ടുണ്ടാകുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസൃതമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിട്ട് ഓരോ കാലഘട്ടത്തിനകത്ത്. ഇപ്പോൾ നമ്മൾ മനുഷ്യർ ഗോത്രത്തിലായിരുന്ന ആദ്യം ഒരു 3 ലക്ഷം വർഷത്തോളം നമുക്കറിയുന്ന കാലത്ത് അത്രയും നാൾ നീണ്ട് ഗോത്രത്തിലാണ്. കുറച്ച് നാൾ മാത്രമായിട്ട് കഴിഞ്ഞ ഒരു 10,000 വർഷമായിട്ടാണ് നമ്മൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജീവിയായി മാറുന്നത്. അത് കൃഷി ആരംഭിച്ചത്. അതിന് മുമ്പ് ഗോത്രത്തിൽ നമ്മൾ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ 10-50 പേര് ഉള്ള ഗോത്രങ്ങളാണ്. നമ്പർ അധികം കൂടത്തില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടി ജീവിക്കുന്നവരായതുകൊണ്ട് അത്രയും കൂടുതൽ. ആ സമയത്ത് നമ്മളിപ്പോൾ പറയുന്ന തരത്തിൽ തന്നെ എണ്ണകളില്ല, സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന തരത്തിൽ എണ്ണകളില്ല. ഒരു സംഘം സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും ബാക്കി കുഞ്ഞുങ്ങളുമായിട്ടുള്ള സംഘത്തിനെയാണ് നമ്മൾ ഗോത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഘത്തിനകത്ത് ചേരുന്നു എന്നുള്ളതല്ലാതെ അച്ഛൻ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന നിലവാരത്തിൽ ഒരാൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അന്നില്ല. സ്ത്രീകൾക്ക് ലൈംഗികമായ ബന്ധം ഉണ്ടാക്കണമെന്ന് വരുമ്പോൾ അവർ ഇണയെ തിരഞ്ഞു. അത് കൂട്ടത്തിൽ മിടുക്കനായവരെന്നോ അവർക്ക് തോന്നുന്ന തരത്തിൽ മിടുക്കരുള്ള അവരുമായി ഒരു ബന്ധം ഉണ്ടാക്കും. അത് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്ന ഒറ്റയ്ക്കല്ല, ഈ കൂട്ടത്തിലുള്ള സ്ത്രീകളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന വളർത്തുക. അപ്പോൾ അതിനകത്ത് പ്രായമുള്ള കുട്ടികളും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുണ്ട്, ഒരു സംഘം കുട്ടികളായിരിക്കും. അപ്പോൾ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്ന ആദ്യത്തെ ഒരു 2-3 വർഷത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ കൂട്ടത്തിനകത്തേക്ക് അവരങ്ങ് മാറും. പിന്നെ അവരെ
നോക്കുക എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കാൻ നേരത്തെ എല്ലാവരോടും ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ വളർന്നിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നവരായിട്ട് മാറുമ്പോൾ ഒരു കൃഷി ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് ആൾക്കാർ താമസിക്കാൻ തുടങ്ങുക. അപ്പം അതുവരെ ആ ഗോത്രം എന്ന് പറയുന്നത് ഒറ്റ ഒരു യൂണിറ്റായിരുന്നു. പക്ഷേ ഈ കൃഷി ആരംഭിച്ചപ്പോൾ വേലി കെട്ടി കൂട്ടത്തിൽ കൊള്ളാവുന്ന സ്ഥലം എടുക്കുക എന്ന് പറയുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ഈ കൃഷിയുടെ കുടുംബം ഉണ്ടായത്. കൃഷിക്കാരുടെ കുടുംബം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അതിരുകൾ ഫോം ചെയ്തല്ലേ? അതിരുകൾ ഫോം ചെയ്തു. അതിരുകളുണ്ടായി, അതിനകത്ത് താമസിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ മിടുക്കുള്ള ആൾക്കാർ ഏറ്റവും നല്ല കൃഷിസ്ഥലം അവരുടെ കയ്യിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇണകളെ കിട്ടാനായിട്ട് ഈ പുരുഷന്മാർക്ക് മറ്റെങ്കിൽ ഗോത്രത്തിനകത്തൊക്കെ ആണെങ്കിൽ ഇറച്ചിയായിട്ടൊക്കെ വന്നാൽ മതി. ഒരു മാനിനെ വേട്ടയാടി വരുന്ന ആളിനോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ഒരു പാരിതോഷികം എന്ന് പറയുന്ന ഒരു ഇണയോട് സ്നേഹപ്രകടനത്തിന് കൊണ്ടുവരുന്നത് പഴങ്ങളോ അതുപോലുള്ള സാധനങ്ങളൊക്കെ മതിയായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ഈ കൃഷിസ്ഥലമൊക്കെ കൂടുതൽ. അപ്പോൾ ഒരു സംഘം എന്ന് പറഞ്ഞാൽ ഈ ഗോത്രത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നവർ പതുക്കെ നമ്പർ കൂടുകയും അവർ ഒരു പ്രദേശം അവർ കയ്യിൽ ആക്കി താമസിക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് കൂട്ടത്തിൽ കൊള്ളാവുന്ന കൃഷിസ്ഥലം, വെള്ളമുള്ള സ്ഥലമൊക്കെ നോക്കിയെടുത്ത് താമസിക്കുന്നവരും അങ്ങനത്തെ നമ്മളിന്ന് പറയുന്ന കുടുംബങ്ങൾ രൂപപ്പെടുന്ന അപ്പോഴാണ്. ഒരു 10,000 വർഷത്തിനകത്ത് അത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ഗോത്രത്തിനകത്ത് കഴിയുന്നവരും ഹണ്ടർ ഗ്യാദറേഴ്സായിട്ട് കഴിയുന്നവരും ഭൂമിയിലുണ്ടെന്ന് മറന്നു വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിനകത്താണ് ആ സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്ന ഇണകൾ എന്ന് പറയുന്നത് ഒരാൾക്ക് കൂടുതൽ ഇണകൾ ഉണ്ടാകുന്നത് ഞാൻ ആർക്കാണോ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിവുള്ളവർ എന്ന് പറയുന്നത്. കുട്ടിക്കാലം എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് എത്തുമ്പോഴത്തേന് 2-3 വർഷം തൊട്ട്, മറ്റേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കുറച്ച് നാളൊക്കെ നോക്കി കിളികളെല്ലാം നമ്മൾ വെറുതെ നോക്കിയാൽ മതി. മൃഗങ്ങളെല്ലാം നോക്കിയാൽ കൂട്ടത്തിലങ്ങ് ഓടി അവരങ്ങ് ജീവിച്ചോളുക ചെയ്യുന്നത്. ആ പരിചരണത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ വരികയും നമ്മൾ പിന്നീടാണ് ഈ ഗോത്രം എന്ന് പറയുന്നത് ഈ കൃഷിസ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്പർ കൂടി 100, 200, 300 അപ്പോൾ ഈ ഭക്ഷണം കിട്ടാൻ തുടങ്ങുന്നതനുസരിച്ചിട്ട് നമ്പർ കൂടുകയൊക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ ഈ സിസ്റ്റം എന്ന് പറയുന്ന നിലവാരത്തിൽ ബലമുള്ളവരും ഭൂമി കയ്യേറി നിൽക്കുന്നവർക്കുമൊക്കെ കൂടുതൽ ഇണകളെ കിട്ടുക എന്ന് പറയുന്നതൊക്കെ ഉണ്ടാകുക. അങ്ങനത്തെ സിസ്റ്റങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഈ കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് തീരാത്ത തരത്തിൽ വരുന്ന ഒരു കാലം വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഈ ആദ്യകാലത്ത് നമ്മൾ ഇതിനകത്തൊരു പ്രോസസ്സ് ഒന്നും കൂടെ ഉണ്ട്. ഈ മറ്റ് ഗോത്രത്തിലുള്ള പുരുഷന്മാരൊരിക്കലും വേറൊരു ഗോത്രവുമായി ജീവിച്ചിട്ടില്ല. പക്ഷെ അവരെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കി ജോലി ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് തട്ട് സമൂഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ തട്ട് സമൂഹം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് സ്ത്രീകൾക്ക് മറ്റേ ഇഷ്ടമുള്ള പുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാക്കാം. ആർക്കും ഒരു തടസ്സമല്ലായിരുന്നില്ല, അങ്ങനത്തെ ഒരു യുക്തിയില്ല. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരുമായി ബന്ധം ഉണ്ടാക്കുന്ന, അത് ഈ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ കുഞ്ഞുണ്ടാകുന്നതെന്നുള്ള അറിവ് ആ കാലഘട്ടത്തിലില്ല. നമ്മ പ്രസവിക്കുന്ന കുഞ്ഞ് എന്ന് മാത്രമല്ല, അമ്മമാരുടെ കുഞ്ഞ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഗോത്രത്തിനകത്ത് മുഴുവൻ സംഘത്തിലെ അമ്മമാരുടെ കുഞ്ഞായിരുന്നു. അമ്മമാരുടെ കുഞ്ഞായിരുന്നു. അവിടെ അച്ഛന് പ്രസക്തി ഇല്ലേ? അച്ഛൻ എന്ന് പറയുന്ന ആളിനെ പറ്റി നമുക്ക് അങ്ങനെ ഈ കാര്യകാരണ ബന്ധത്തോടെ ആരാണ് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള അത്തരത്തിൽ അർത്ഥം അറിയില്ല. അതുകൊണ്ട് താല്പര്യവും ഇഷ്ടവും തോന്നുന്നവരുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും ഈ പുരുഷനുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ കാരണമാണ് അമ്മയ്ക്ക് ഗർഭം ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ പറ്റില്ല. എന്നാൽ ഇന്ന് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് നാളെ കുഞ്ഞിനെ പ്രസവിക്കുന്ന അങ്ങനെ അല്ലല്ലോ. വളരെ നാൾ കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ലേ? അവരങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾക്ക് അത് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയ ഒരു പ്രോസസ്സാണ്. അതുവരെ അമ്മമാര് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അത് നമ്മൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഇത് പറയാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും ആൾക്കാർ വരും. ഇത് നിങ്ങളെങ്ങനെയാണ് അന്നത്തെ കാര്യമൊക്കെ ഇങ്ങനെ പറയാം? അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ആദ്യം ആരാധിച്ചിരുന്നത് മനുഷ്യനാ. ഇതൊക്കെ ഒത്തിരി പ്രോസസ്സുകളുണ്ട്. അതിനകത്ത് ഒരെണ്ണം അമ്മമാരെയായിരുന്നു ആരാധിച്ചിരുന്നത്. ആദ്യകാലത്തെ ഈ ശില്പങ്ങൾ, ചിത്രങ്ങളൊക്കെ നമ്മൾ ഈ ഗുഹാചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം
വലിയ മുലയുള്ള സ്ത്രീരൂപങ്ങളേ ഉള്ളൂ. പുരുഷന്മാരുടെ ഒരു രൂപവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതിനൊരു മാറ്റം വരുന്നത് നമുക്ക് കാണാം. അത് 2000-3000 വർഷം ആ സമയത്താണ്. ആ സമയമായപ്പോഴത്തേന് ഏതോ ഒരു വിഭാഗത്തിനകത്ത് പുരുഷൻ്റെ ബന്ധത്തിന് കൂടെയാണ് ഈ സ്ത്രീ ഗർഭം ധരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകും. അതുതന്നെ നമ്മൾ ഈ കാര്യകാരണത്തോടെ ലോകത്തിനെ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് ആരാണോ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വടി ചെത്തി അതിനൊരു മുനയുള്ളതാകുമ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു വടി പോലെ അല്ലല്ലോ, അതിന് മുനയുണ്ട്, കുത്താൻ പറ്റും, അതുകൊണ്ട് എറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കല്ലുള്ളി ഉണ്ടാക്കിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അനുകൂലമായി രൂപപ്പെടുത്തുമ്പോഴാണ് ഇത് പുറകിലൊരാൾ ഇതിനു വേണ്ടി പണിയെടുത്തു എന്ന് കാണുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതാരാണ് ഇങ്ങനെ ആക്കിയത് എന്നുള്ളതിന് പകരം ഇതാരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോഴാണ് ആരോ ഇങ്ങനെ ഇതായി മാറണമെങ്കിൽ, ഈ മേശ ഇങ്ങനെ ആകണമെങ്കിൽ ഇത് ആരെങ്കിലും ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ തരത്തിൽ കാര്യകാരണത്തോടെ ബന്ധപ്പെട്ട് ലോകത്തിനെ മനസ്സിലാക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് ഈ തരത്തിലുള്ള ചിന്തകൾ. ആ സമയത്ത് നമുക്കിത് അറിയാനൊക്കത്തില്ല. ഈ ചിന്തകളൊക്കെ നമ്മൾ അതുണ്ടാക്കി, ഈ മേശ ഉണ്ടാക്കിയത് ഇന്ന ആളാണെന്നൊക്കെ അറിയുമ്പോഴും നമുക്ക് ഇത് നേരിട്ട് ഉടനെ കാണാനൊക്കാത്ത ഒരു സംഭവമാണ് ഈ കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്ന പ്രക്രിയ. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഏതോ ഒരു സമയത്ത് അത് എങ്ങനെയാണ് എന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ കിട്ടാവുന്നത് അച്ഛൻ്റെ തനിസ്വരൂപത്തിലൊരു കുഞ്ഞുണ്ടായാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടാകാറുണ്ട്. ഈ കുട്ടി എന്താ നിന്നെ പോലെ ഇരിക്കുന്നതെന്ന് ഒരാൾ ചോദിക്കുമ്പോഴാണ് ഞാൻ ഒറ്റ ഉത്തരവാണ് കേട്ടോ, അത് മാത്രമാണെന്നൊക്കെ. മറ്റ് ജീവികളൊക്കെ മണം കൊണ്ട് തിരിച്ചറിയുന്ന ലോകങ്ങളൊക്കെ ഉണ്ട് മറ്റ് ജീവികളിലൊക്കെ. നമ്മുടെ മൂക്ക് അത്ര മെച്ചമല്ല. നമുക്ക് അങ്ങനത്തെ ഈ ഗന്ധത്തിൻ്റെ ലോകം കൊണ്ടൊക്കെ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരാണെന്ന് മണത്തറിയാനായിട്ടുള്ള കഴിവൊന്നും നമുക്കില്ല. അപ്പോൾ അതൊക്കെ വളരെ സട്ടിലായിട്ടുള്ള ചെറിയ വേരിയേഷനാണ്. പക്ഷേ ഇത് വളരെ പ്രകടമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഈ ഞാനും അവരും തമ്മിലുള്ള ബന്ധത്തിനകത്തൂടെ ആയിരിക്കണം ഇതുണ്ടായെന്ന് ഒരിക്കൽ എന്തായാലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവോടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളുടെ രൂപങ്ങൾ അല്ലാത്ത പുരുഷ ദൈവങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടാതെ നമുക്ക് ഈ പുരുഷന്മാരാണ് ഇതിനകത്ത് പങ്കാളിയാണെന്ന് മാത്രമല്ല, അത് പുരുഷൻ്റെ മാത്രമായി മാറുന്ന പ്രോസസ്സും കൂടെ ആയിരുന്നു. പുരുഷൻ്റെ കുട്ടിയായി മാറുന്നുണ്ട്. കാരണം അണ്ഡം കാണാനൊക്കത്തില്ല, ശുക്ലം കാണാനും പറ്റും. അതാണ് അതിനകത്ത് വ്യത്യാസം ഉണ്ടാക്കിയത്. എനിക്ക് ആ കാര്യകാരണ സംബന്ധത്തോടെ കുട്ടി ഉണ്ടാകുന്നതിന് കാരണം ഞാൻ ആണ് എന്നൊരു പുരുഷൻ തിരിച്ചറിയുന്നതോ ഈ പുരുഷന്മാരുടെ ബന്ധം കൊണ്ടാണെന്ന് കാണുമ്പം വളരെ പ്രകടമായി കാണാവുന്ന ഒന്നാണ് ശുക്ലം എന്ന് പറയുന്നത്. പക്ഷെ അണ്ഡം കാണാനൊക്കത്തില്ല. അതിനു മുമ്പ് ഇന്ന് നമ്മൾ എല്ലാവരും മോശം എന്നൊക്കെ പറയുന്ന മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ആദ്യകാലത്തൊക്കെ അത് വളരെ പവിത്രമായിട്ടാണ് കണ്ടിരുന്നത്. അത് ഈ കൃഷിസ്ഥലത്ത് തളിച്ചിട്ടൊക്കെ ഫെർട്ടിലിറ്റി റൈറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വിളവുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പൂജകളൊക്കെ ചെയ്യുന്നതിന് ഈ ആർത്തവ രക്തം ഉപയോഗിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിലെന്തെങ്കിലും ലോജിക്കുണ്ടോ? അങ്ങനെ ലോജിക്ക് വെച്ചിട്ടല്ല. ഇത് അമ്മയാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ്. അമ്മയാണ് സൃഷ്ടിമാതാവ്, അതുകൊണ്ടല്ലേ ആരാധിക്കുന്നത്. ആ ആരാധനയൊക്കെ ഇതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. ആരാധിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അത് വേറെ വലിയൊരു വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാതെ. ആ ആരാധനാ സമ്പ്രദായത്തിനകത്ത് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഈ പുരുഷന്മാരാണ് ഈ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിന് കാരണമായി മാറിയതെന്ന് കണ്ടെത്തുന്നത്. ഇത് കണ്ടെത്തുന്നതോടെ മറ്റു പുരുഷന്മാർ അപ്പോൾ ആണ് അടിമ പുരുഷന്മാർ അവിടെ വരുന്ന സമയത്ത് അതുവരെ അടിമ പുരുഷന്മാർ ഞാൻ അടിമകളല്ല, വേറെ ഗോത്രത്തിലെ ആളുകളാണ്, അല്ലാതെ അവർ വേറെ അങ്ങ് മോശപ്പെട്ടവരൊന്നുമല്ല. പക്ഷെ പിടിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് കാരണം കൊണ്ട് അവരുമായി ബന്ധം ഉണ്ടാക്കിയാൽ അവരുടെ കുട്ടി മേളത്തെ സ്ത്രീയുടെ കുട്ടിയാകും. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് അവരുടെ ലൈംഗികമായ ഇഷ്ടം പ്രകടിപ്പിച്ച് ഒരാളെ സ്വീകരിക്കാൻ പറ്റാതെ ഞങ്ങൾ പറയുന്നവരടുത്ത് മാത്രമേ നിങ്ങൾ ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നിയന്ത്രണം ആദ്യമായിട്ട് വരുന്നത്. അതാണ് സ്ത്രീയുടെ ലൈംഗികത നിയന്ത്രിക്കുന്നതിൻ്റെ പ്രധാന കാരണമായി മാറുന്നത്. അടിമ പുരുഷന്മാർ ലോകത്ത് ഒരു ഗോത്രത്തിൻ്റെ അവിടെ തന്നെ ഉണ്ടാകുകയും ആ ഗോത്രത്തിൻ്റെ രണ്ടാം തട്ടായിട്ട് അവർ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത്
അപ്പോൾ അതുവരെ അന്യ ഗോത്രത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ ഇവിടുത്തെ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് ഇവിടോട്ടിങ് വരും. അപ്പോൾ ഈ സ്ത്രീകളുടെ കൂടെ അങ്ങ് ചേരത്തേ ഉള്ളൂ. അവർ രണ്ടാം തരമായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ പുരുഷന്മാരെ പിടിച്ചോണ്ട് വന്നപ്പോഴാണ് അടിമകളാക്കിയത്. പുരുഷന്മാർ ഒരിക്കലും ഇവരുടെ കൂടെ ചേർന്ന് ജീവിക്കത്തില്ല, അവർ ഓടിപ്പോവും. അപ്പോൾ ഓടിപ്പോകുന്ന കാരണം കൊണ്ട് അവരെ പിടിച്ച് പണിയെടുപ്പിക്കുന്നതിന് ആയുധമൊക്കെ ആയിട്ട് നോക്കി നിൽക്കണം. അവരെ പിടിച്ചോണ്ട് വന്നപ്പോൾ അവരോടൊപ്പം വന്ന സ്ത്രീകൾ അവരുടെ കൂടായി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അടിമ സ്ത്രീകളുണ്ടായി. ആ ഒരു രീതിയിൽ തന്നെയല്ലേ ഈ ജാതി മേൽക്കോയ്മയും അടിമ സ്ത്രീകൾ ഉണ്ടായപ്പോൾ ഉണ്ടായ രണ്ട് വ്യത്യാസമാണ്. മേൽത്തട്ടിലെ പുരുഷന്മാർ അവരുമായി ബന്ധം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അടിമ കുഞ്ഞുങ്ങളാണ്. അവർ മേപ്പോട്ട് വരത്തില്ല. പക്ഷെ അടിമ പുരുഷന്മാരുമായി സ്ത്രീകൾ മേൽത്തട്ടിലെ സ്ത്രീകൾ ബന്ധം ഉണ്ടാക്കിയാൽ ആ കുഞ്ഞ് മേപ്പോട്ട് വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ ആ ബന്ധം ഉണ്ടാക്കാൻ അനുവദിക്കാതിരുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ജാതിയുടെ ഉത്ഭവമായിട്ട് വരുന്ന ഒരു വശം അതാണ്. അപ്പോൾ അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരും ഉണ്ടാകുകയും അവരുടെ നമ്പർ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ രണ്ട് തട്ടിലുള്ള ഒരു സമൂഹം ഒരു സ്ഥലത്തുണ്ടാകുകയും അപ്പോൾ അവരെ നോക്കാനും പിടിക്കാനും അവരെ കൈകാര്യം ചെയ്യാനും പിടിച്ചുകൊണ്ട് വരുന്നവർ അധികാരമുള്ളവരായി മാറുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്ന് കാണുന്ന രാജാക്കന്മാരൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തപ്പോഴാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം ഈ സ്ത്രീകളുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ മേൽത്തട്ടിലെ പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് ഒരു സെലക്ഷൻ നടത്തിയിട്ട് അവരെ നിർത്തും. അവരിൽ നിന്ന് തിരഞ്ഞെടുത്തോളാൻ പറയും. അതാണ് നമ്മൾ സ്വയംവരം എന്ന് പറഞ്ഞ് കാണുന്ന. അവർക്ക് ഇഷ്ടമുള്ളവർ വന്ന് അവിടെ നിൽക്കാനൊക്കത്തില്ല, പറ്റില്ല. നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയാണ്. സ്ത്രീകൾ സെലക്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു വശം ഉണ്ടെങ്കിലും അത് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. ഇതിന് ശേഷവും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തടസ്സമായിട്ട് നിൽക്കുന്ന ഈ താഴെത്തട്ടിലേക്ക് ഇവരുടെ കുട്ടി മേൽത്തട്ടിലേക്ക് വരാതിരിക്കുന്നതിനുള്ള ഇൻഷുറൻസ് എന്നുള്ള നിലവാരം ചെയ്ത ഈ പ്രവൃത്തിക്കകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴും ഭയങ്കര അടിയും വഴക്കും ഉണ്ടാകും. അങ്ങനെ വളരെ അറിയപ്പെടുന്ന സുന്ദരിയായ ഒരു സ്ത്രീ ഒരാൾക്ക് കൂടെ പോകും, മറ്റുള്ളവരുടെ കൂടെ പോകത്തില്ല എന്നൊക്കെ വരുമ്പോഴത്തേന് അവർ തമ്മിൽ വഴക്കും. അപ്പം ഈ വഴക്ക് തീർക്കുക എന്ന് പറയുന്ന പണി പിന്നെ ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ ആലോചിക്കേണ്ടി വന്നപ്പോഴാണ് ഈ സ്ത്രീ കന്യാദാനം എന്ന് പറയുന്ന സമ്പ്രദായം ലോകം എവിടെയെല്ലാം കൃഷി ഉണ്ടോ അച്ഛൻ മകളെ കൈപിടിച്ച് കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അല്ലാതെ അവർ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥലമേ ഇല്ല. ആ ഒരു വ്യത്യാസം വന്നതോടാണ് സ്ത്രീകളുടെ ലൈംഗികമായിട്ടുള്ള സ്വന്തമായി തീരുമാനിക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്ന മുഴുവൻ തീർന്നു, നിഷേധിക്കപ്പെട്ടു. നമ്മളീ പറയുന്ന പ്രണയം എന്നൊക്കെ പറയുന്നതൊക്കെ അതുവരെയൊക്കെ ആൾക്കാർ തമ്മിലുള്ള ഇഷ്ടങ്ങളുണ്ട്. പിന്നെ പ്രണയം എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള പ്രണയങ്ങളെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും നമുക്ക് കാണാൻ പറ്റും ഈ വീട്ടുകാരുടെ അംഗീകാരമുള്ള ഒരു അല്ലാത്ത ഒരു പ്രണയം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. അത് ജാതിയുടെ പ്രശ്നം മാത്രം ഈ താഴെയുള്ള മേൽത്തട്ടിലും താഴ്ത്തട്ടും മാത്രമല്ല. ഈ ആളുകളുടെ ഇവർക്ക് സ്ത്രീ ഈ അച്ഛൻ്റെ അമ്മയുടെയും മറ്റുള്ള സാമൂഹ്യ ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പം അങ്ങനെ രണ്ട് കുടുംബങ്ങൾ, രണ്ട് സംഘങ്ങൾ തമ്മിലൊക്കെയുള്ള ബന്ധമായിട്ട് തീർന്നു. അതിനുള്ള കണ്ണിയായിട്ടാണ് പിന്നെ സ്ത്രീ നിൽക്കുന്നത്. അല്ലാതെ അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് പിന്നെ ചരിത്രത്തിലില്ല. അപ്പം അതാണ് ഒന്ന്. അടുത്ത ഇതിന് പുരുഷന്മാർ ഞങ്ങളാണ് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തിയതോടെ സ്ത്രീകൾ വേറെ ബന്ധം ഉണ്ടാക്കരുതെന്ന് പറയുന്നിടത്ത് എത്തി. അപ്പം ആരാണോ എൻ്റെ കുഞ്ഞിനെ തന്നെ പ്രസവിക്കുന്നതെന്നുള്ള വാഗ്ദാനം തരുന്നവരുടെ കൂടെ പുരുഷന്മാർ നിൽക്കത്തുള്ളൂ. അങ്ങനെയാണ് സ്ത്രീകൾക്ക് ചാരിത്ര്യം വേണം, പുരുഷന്മാർക്ക് അത് ആവശ്യമില്ലാതെ വരും. എന്ന് പറയുന്നത് അന്ന് നമുക്ക് വേറെ DNA ടെസ്റ്റ് ഒന്നും നടത്തി പരിശോധിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ബന്ധങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന വാഗ്ദാനം നൽകുന്നവരുടെ കൂടെയാണ്. അപ്പം എല്ലാ സ്ത്രീകളും അത് വാശിയോടെ കാരണം അവരുടെ സമയത്തോളം അവരുടെ കുട്ടിയെ നോക്കാനും എടുക്കാനും അവർക്ക് സ്ത്രീകൾക്ക് ഒരിക്കലും അവരുടെ കുട്ടി അവരുടേതല്ലാതല്ല. എല്ലാ കുട്ടിയും അവരുടെ കുട്ടിയല്ലേ, അവർക്കൊരു സംശയമില്ലല്ലോ കുട്ടി അവരുടേതാണോ അല്ലെന്നുള്ളത്. സംശയം മുഴുവനും പുരുഷനാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ വാഗ്ദാനം കൊടുക്കാൻ ബാധ്യത വരും. നിന്റെ കുട്ടിയെ ഞാൻ പ്രസവിക്കൂ, നിന്നോടൊപ്പം നിൽക്കണം, എൻ്റെ കുട്ടിയെ പക്ഷേ നിങ്ങൾ നോക്കണം, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പം ഈ വാഗ്ദാനം ഏത് പുരുഷൻ കൊടുത്താലും അവരോടൊപ്പം നിൽക്കും. ഏത് പുരുഷൻ കൊടുത്താലും ആ കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ വാഗ്ദാനം സ്ത്രീകൾക്ക് പക്ഷെ വേറെ ആൾക്കാരുമായി ബന്ധം ഉണ്ടാക്കാനൊക്കത്തില്ല.
ഒരാളുമായിട്ട് കരാറുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്നോണം എന്ന് പറയുന്ന ഒരു സാധനം. ഇതിന് പക്ഷേ വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ബലമുള്ള പുരുഷന്മാർ രാജാക്കന്മാരായി മാറുന്നവർക്ക് ധാരാളം കൂടുതൽ ബന്ധങ്ങളാവാം ഉണ്ടാവും. അങ്ങനെയാണ് അന്തഃപുരങ്ങളൊക്കെ ഉണ്ടായത്. കാരണം കുഞ്ഞിനെ നോക്കപ്പെടുന്നതിന് അവളുടെ കുഞ്ഞിനെ അവൾക്കുണ്ടാകുന്ന കുഞ്ഞല്ല അവളുടെ കുഞ്ഞാണ്. അവൾക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ ഒരിക്കലും സ്ത്രീക്കില്ല, പുരുഷന് മാത്രമുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് ഈ ചാരിത്ര്യം സ്ത്രീകൾക്ക് മാത്രമായി വരികയും മാത്രമല്ല പുരുഷന്മാരുടെ ബലം അത് വലിയൊരു കീയാണ്. നമ്മളത് മനസ്സിലാക്കാനുള്ളത് പുരുഷന്മാരുടെ ബലം എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ തമ്മിൽ പൊരുതി ജയിച്ച് നിൽക്കാനും നായാടാൻ പോകുന്നതൊക്കെ ആവശ്യത്തിനുള്ള ബലം എന്ന് പറയുന്നത് പുരുഷന്മാർ തമ്മിൽ തോപ്പിറ്റ് കൂട്ടത്തിൽ മിടുക്കര് വന്ന് നിൽക്കുക എന്ന് പറയുന്ന യുക്തിയേ ഉള്ളു. അങ്ങനെയാണ് അവർക്ക് കൂടുതൽ ഇണകളെ കിട്ടിയിരുന്നത്. ഈ നിന്നിരുന്ന സ്ഥലത്ത് ഈ പുരുഷന്മാർ തമ്മിലടിച്ച് ചത്താൽ ഈ ഇവിടുത്തെ രാജാവായിരിക്കുന്ന ആളുടെ എന്താണ് അനുയായിയോ അണിയോ അല്ലെന്നുണ്ടെങ്കിൽ പട്ടാളത്തിലോ ഒക്കെ ഉള്ള ആൾക്കാരുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഏതൊരു കാലഘട്ടത്തിലും ഈ ഒരു ബേസിക് നീഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണോ? അല്ല, അത് ഈ പുരുഷന്റെ ബലം എന്ന് പറയുന്നത് പല കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സമയമാണിത്. അത് കൃഷി ആരംഭിക്കുമ്പോഴാണ്. അതുവരെ നമ്മൾ നായാടാൻ പോകുന്നവർ കൂടുതലും പുരുഷന്മാരായിരിക്കും. പക്ഷെ അല്ലാത്തവരും കൂട്ടത്തിൽ പോവുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളും ഇച്ചിരി എന്താണ് നമ്മൾ ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന സ്ത്രീകൾ എന്നുകൊണ്ട് അവർ അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടല്ല, പക്ഷെ ഗ്യാദർ ചെയ്യുന്നത് ശേഖരിക്കുന്നത് ഭക്ഷണം ശേഖരിക്കുകയും ഈ കുഴിയൊക്കെ എടുത്ത് കിഴങ്ങുകളൊക്കെ കണ്ടുപിടിക്കുന്നത് എല്ലാം ഒരു സംഘം സ്ത്രീകളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയാണ് ഈ ബലത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നത്. പക്ഷെ ആ ബലം എന്ന് പറയുന്നത് കൃഷിപ്പണിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതുകൊണ്ടാണ് അടിമ സമ്പ്രദായം ഉണ്ടാകുന്നത്. ഭയങ്കര കണ്ടുപിടുത്തമാണ്. പക്ഷേ പുരുഷന്മാരുടെ ബലം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മാറ്റാൻ കഴിയും എന്ന് കണ്ടെത്തുന്നതോടെ പുരുഷൻ കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യമാണ്. അങ്ങനെയാണ് പുരുഷ കുഞ്ഞുങ്ങൾ വേണമെന്ന് ആലോചിക്കുന്ന സ്ഥലത്തേക്ക് ലോകം മാറുന്നത് ഈ ഒരു ഷിഫ്റ്റിനകത്താണ്. പുരുഷ കുഞ്ഞ് അങ്ങനെയാണ് സ്ത്രീകളും പുരുഷ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാരണം അവരാണ് യുദ്ധത്തിന് പോകുന്നതും ഈ വലിയ പണികളെല്ലാം ചെയ്യുന്നത് ഈ പുരുഷന്റെ ബലം കൊണ്ട്. അപ്പോൾ അത് അപ്പോൾ അപ്പോഴേ ബലമുള്ള വ്യക്തിയാണ് പുരുഷൻ എന്നുള്ളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാൽ പുരുഷനാണ് ബലമുള്ള വ്യക്തി, അതിന് സംശയമൊന്നും വേണ്ട. പുരുഷന്റെ ബലം എന്ന് പറഞ്ഞാൽ പരസ്പരം പോരാടാനാണ് ഉണ്ടായത്, അല്ലാതെ ബലമുള്ള വ്യക്തി ആകുന്നു എന്നുള്ളതല്ല. അപ്പം നമുക്ക് അത് ഇപ്പോൾ മീനിനകത്തൊക്കെ നോക്കിയാൽ മതി. അവിടെ സ്ത്രീ വളരെ വലുതാണ്, വളരെ ചെറുതാണ് പുരുഷന്മാർ. കാരണം അവിടെ ഇഷ്ടംപോലെ മുട്ടയുള്ളവരാണ്, അവിടെ ഇഷ്ടംപോലെ ബീജവും ഇഷ്ടംപോലെ മുട്ടയുണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ അത് കാണത്തുള്ളൂ. ഇപ്പം ചിലന്തി ഒക്കെ ആണെങ്കിൽ കൊച്ചാണ്, ഈ വലിയ ചിലന്തി അതിനെ അങ്ങ് തിന്നുപോലും ചെയ്യും. ഈ കോപ്പുലേഷൻ കഴിഞ്ഞാൽ എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടു പോകുന്നതുമായിട്ടുള്ള ഒരാൾ മാത്രമായിരുന്നു. അങ്ങനെ അത്രത്തോളം ഇതാണ്. പക്ഷെ അണ്ഡത്തിൻ്റെ നമ്പർ കുറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഷിഫ്റ്റ് ലോകം ഈ ജീവികളിലെല്ലാം ഉണ്ടാകുന്നത്. അതൊക്കെ നമ്മൾ അത് കുറച്ച് ബയോളജി നമ്മളങ്ങനെ പഠിച്ചാലേ നമുക്ക് കാണത്തുള്ളൂ. പക്ഷെ മനുഷ്യനെ ബയോളജി മാത്രമല്ലാതെ നേരത്തെ പറഞ്ഞ കൃഷി ആരംഭിക്കുക എന്ന് പറയുന്ന ബയോളജി വന്നതല്ല, നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഈ തിന്നിട്ടിട്ട അരി എല്ലാവരിടത്ത് കിടന്ന് കിളിക്കുന്ന കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. ഇത് നമ്മൾ ഇടുന്ന അരി കാരണമാണ് ഇവിടെ ഇത്രയും വളരുന്നതെന്ന്. അപ്പം ഇങ്ങനത്തെ കണ്ടെത്തലുകളൊക്കെ ഉണ്ടായി, കൃഷിയൊക്കെ ഉണ്ടായി, അതിരുകളെല്ലാം രൂപപ്പെട്ട് ആ കൃഷിസ്ഥലത്തിന് ചുറ്റിനും ജീവിക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഗ്രാമം ഉണ്ടാകുകയും അതിനുശേഷം രാജ്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഈ സിസ്റ്റം മുഴുവൻ ഉണ്ടാകുകയും അതുവരെ ഇല്ലാതിരുന്ന ഒരു തൊഴിൽ ഉണ്ടായി. അതെന്ന് പറഞ്ഞാൽ നായാടി ജീവിച്ചിരുന്ന ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിട്ടിരിക്കുന്നവരും മാത്രമായിട്ടൊരു ഡിവിഷനേ ഉള്ളൂ. പക്ഷേ വേലി കെട്ടി മറ്റ് സ്ഥലത്തു നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ അന്യ സ്ഥലത്ത് പോയിട്ട് അവരുടെ സാധനങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്ന സമയത്താണ് പുരുഷന്മാരിൽ ഒരു വിഭാഗം ഇതിനു വേണ്ടി ട്രെയിനിങ്, ആയുധങ്ങൾ വെച്ച് ട്രെയിനിങ് നടത്തിയിട്ടാണ് അതുവരെ ഇല്ലാത്തൊരു പണിയാണ്. അതൊരു സ്പെഷ്യലായി മാറും. ആ സ്പെഷ്യലായി മാറുന്നവരുടെ നേതാവാണ് രാജാവ്. അവരുടെ അതുവരെ പ്രായമുള്ളവരോട് മാത്രമായിരുന്നു എല്ലാവരും കൺസൾട്ട് ചെയ്തിരുന്നത്. അപ്പോൾ പ്രായമുള്ളവർക്കായിരുന്നു അനുഭവജ്ഞാനമുള്ളത്. പക്ഷെ ഇവിടെ ഈ പോയി ഈ റെയ്ഡ് ചെയ്യാൻ പോകുന്നവർ ബലമുള്ളവരായി മാറുകയും അവർ നിർണ്ണയിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നു. മാത്രമല്ല അവർ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുകയും നിർമ്മിക്കുകയും അത് പരിശീലിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെയും മുകളിലും ഈ വല്ലവരുടെയും മുകളിൽ ആധിപത്യത്തോടെ പെരുമാറുക മാത്രമല്ല, ഈ ഗോത്രത്തിനകത്ത്
പ്രായമുള്ളവരെക്കാളും കൂടുതൽ ബലമുള്ളവർ മറ്റുള്ളവരോട് പെരുമാറുന്നിടത്തേക്ക് മാറി. മറ്റേ ഒരൊറ്റ ഗ്രൂപ്പായിട്ടിരുന്നവരാണ്. അവിടെ ഡിവിഷൻ വരുന്നുണ്ട്. സ്ത്രീകൾ ഈ യോദ്ധാക്കളായിരിക്കുന്നവരെന്ന് പറയുന്നത് കൃഷിക്കാരായിരിക്കും, ജോലി ചെയ്യുന്നവരായിട്ട് മാറുന്നത്. ഇങ്ങനത്തെ ഡിവിഷൻസ് ഒക്കെ ഉണ്ടാകുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഡിവിഷൻ ലോകത്തെ ഈ വ്യത്യസ്തമായ ജോലികളുമൊക്കെ ഉണ്ടാകുകയും ഒരു കൂട്ടരെ പിടിച്ചോണ്ട് വന്ന് അടിമയാക്കിയെന്ന് നമ്മൾ പറയുമ്പോൾ മൂന്നാമതൊരു കൂട്ടരെ പിടിച്ചോണ്ട് വരുമ്പോൾ ഈ രണ്ടാമത്തെ കൂട്ടരെ സമ്മതിക്കത്തില്ല, ഞങ്ങളുടെ കൂടെ ഒക്കെ വിടാൻ പറ്റത്തില്ല, അവരുടെയും താഴെ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പല തട്ടുകളായ തട്ട് സമൂഹം, തട്ട് സംസ്കാരം. അപ്പോഴാണ് താഴെ മേലോട്ടുള്ളവരെ ബഹുമാനിക്കണം, താഴോട്ടുള്ളവരെ പുച്ഛിക്കുന്ന എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന പണികളെല്ലാം മോശമാണെന്ന് വരുന്നതൊക്കെ അങ്ങനെ. നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും മോശമായിട്ട് കാണും. മീനിയൽ എന്നാണ് പറയുന്നത്. മീനിയൽ ജോബ്സ് എന്നാണ് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്നത്. അതെല്ലാം അടിമകൾ ചെയ്യുന്ന. അങ്ങനെയാണ് മോശമായി നമ്മൾ ഈ ശരീരം പണിയെടുക്കുന്നവർക്ക് കൂലി കുറഞ്ഞു പോയത് അങ്ങനെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ തെങ്ങ കയറുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയ ഒരു പണിയല്ലേ. അത് മരണം വീണ് മരിച്ചു, അതിന് കൂടുതൽ കാശ് കൊടുക്കണ്ടല്ലേ. കടലിൽ പോയി മീനെ പിടിക്കുന്നത് വലിയ റിസ്ക് അല്ലേ. അതിനൊക്കെ ഇത് ഒരു റിസ്ക്കും ഇല്ലാതെ ഇരുന്ന് കണക്കെഴുതുന്നതിന് ഭയങ്കര കാശ് കൊടുക്കുകയും. ഇതൊക്കെ ഇങ്ങനെയാണ് അവർ തന്നെയാണ് നിർണ്ണയിക്കുന്നത് ഏതാണ് കൊള്ളാവുന്ന ജോലി, ഏതാണ് കൊള്ളാത്ത ജോലി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സമൂഹത്തിൻ്റെ ആരംഭങ്ങൾ മുഴുവനും ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യബന്ധങ്ങളെല്ലാം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധം വ്യക്തിഗതമായ ചോയ്സസ് അല്ലാതെ നിങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന പ്രണയവും സ്നേഹവും തമ്മിലാണ്. ആ പ്രണയമൊക്കെ തോന്നിയാലും കാണിക്കാനൊക്കാതെ രഹസ്യബന്ധങ്ങളുടേതായ സ്ഥലമൊക്കെ ഈ പറയുന്ന സമൂഹത്തിലാണ് രൂപപ്പെട്ടത്. ആ ഒരു വ്യത്യാസം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതാണ് ഇന്ന് നമ്മളെ നിർണയിക്കുന്ന. അപ്പം സ്ത്രീകൾ ഇന്ന് പുരുഷന്മാരുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആൾ മാത്രം, അല്ലാതെ കുഞ്ഞിൻ്റെ ഉടമസ്ഥാവകാശം സ്ത്രീകൾക്കില്ല, അല്പം പോലും ഇല്ല. നിങ്ങളിങ്ങനെ ഒരു സ്ത്രീ ആയത് കാരണം കൊണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ എന്നാൽ അതുകൊണ്ടാണ് അച്ഛൻ്റെ പേര് എഴുതുന്നിടത്തേക്ക് മാറുന്നത്. മറ്റേത് അമ്മ ദൈവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, പുരുഷ ദൈവങ്ങളെ ലോകത്തുള്ളൂ. ഭാര്യമാരാണ് ഈ പുരുഷ ദൈവന്മാരുടെ ഭാര്യമാരായിപ്പോയി, സ്ത്രീ ദൈവങ്ങളല്ല. അതിന് മുമ്പുള്ള ചില ദൈവങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ കടന്നു വരുന്ന ചെറുതായിട്ട് കടന്നു വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് നമുക്കിങ്ങനെ നോക്കാം. ആദിപരാശക്തിയായിരുന്നു ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ആദ്യത്തെ ദൈവമൊക്കെ. കാളിയെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് കാളിക്ക് ഭയങ്കര ബലമുള്ള ആളായിട്ടൊക്കെ അറിയാം. പക്ഷെ പാർവതിയൊക്കെ വരുമ്പോഴത്തേന് തീരെ നിരുപദ്രവമായ സ്ത്രീയായി മാറും. ലക്ഷ്മി, സരസ്വതി എന്നൊക്കെ പറയുന്നതൊക്കെ പാവം സ്ത്രീകളാണ്. ഇവർ പറയും ഇവരുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന സമൂഹത്തിന്റെ അനുസരിച്ചിട്ടുള്ള ദൈവങ്ങളൊക്കെയാണ് പിന്നെ ഉണ്ടാകും. പുരുഷന്മാരുടെ വിഷ്ണു, ശിവനും അവരുടെ ഭാര്യമാരാകാനുള്ള യോഗ്യത പിന്നെ സ്ത്രീകൾക്കുണ്ടായി. ഇത് സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ദൈവങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ അങ്ങ് മാറി. അല്ലാതെ പക്ഷെ പണ്ടേ ആരാധിച്ചിരുന്ന ചില ദൈവങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ കൂടെ ഒക്കെ കടന്നു വരുന്നതാണ്. കാളി തന്നെയാണ് പാർവതി എന്നുള്ള പിന്നെ കഥയൊക്കെ എന്ന് പറയുന്നതൊക്കെ ആദിപരാശക്തി അവിടെ കിടക്കുന്നുള്ളതല്ലാതെ ആരും ഇപ്പോൾ അതിനെ എവിടെയെങ്കിലും ഒരു അമ്പലമുണ്ടോ? അവിടെ ഇവിടെയൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ പ്രധാനം പുരുഷ ദൈവങ്ങളാണ്. ഇനി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ലോകത്തോട്ട് പോയി കഴിഞ്ഞാൽ അച്ഛനും മോനും ഉണ്ട്, അമ്മയില്ല. അമ്മ പണ്ടത്തെ അമ്മ ആരാധന നിന്നിരുന്ന കാരണം കൊണ്ടാണ് മേരിക്ക് അവിടെ ഒരു ഇതുണ്ട്. അത് പഴയ ആരാധനയുടെ ഭാഗമായി വരുന്നതാണ്. പക്ഷെ ഇവരുണ്ടാക്കിയ തൃത്വം എന്ന് പറയത്തില്ലേ, അച്ഛനും പിതാവും പുത്രനും പിന്നെ പരിശുദ്ധാത്മാവ്, അതാരാടാ നമ്മൾ ചോദിക്കണ്ടേ? അത് ഈ സ്ത്രീയെ മാറ്റി വെച്ചതാ. പരിശുദ്ധാത്മാവ് അതവിടുന്ന് വരുന്നത് നമ്മൾ പറയണ്ടേ? അതൊക്കെ ഈ സ്ത്രീകളെ മാറ്റി ഒഴിവാക്കി കളയാനായിട്ട് ആരാധന ലോകത്ത് അവർക്ക് സ്ഥാനമില്ലാതെ. നമ്മളിപ്പോൾ ഈജിപ്തിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫറോവമാരുടെ കാലത്തൊക്കെ സ്ത്രീകളിൽ അന്ന് സ്ത്രീകളിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആർത്തവരക്തം എടുത്ത് പൂജിക്കുന്ന അതൊക്കെ പിന്നെ മാജിക്കും മന്ത്രവാദിയൊക്കെ ആയി മാറി. സ്ത്രീകളുടെ ആരാധനാക്രമം എല്ലാം തന്നെയും മന്ത്രവാദികളായും അവരെ വിച്ചസായിട്ട് കാണുക. അവരെ വിച്ചസ എന്ന് പറഞ്ഞ് നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവരാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊല്ലുന്നിടത്തേക്ക് അങ്ങ് കംപ്ലീറ്റ് മാറിപ്പോയി. പുരുഷന്മാരുടെ ലോകം അങ്ങായി. ഇതാണ് സംഭവിച്ചത്. ഈ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന പ്രണയം എന്നൊക്കെ പറയുന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ധാരാളം ധനമുള്ള കഥകളിനകത്ത് എടുക്കുകയാണെങ്കിൽ
രാജകുമാരനും രാജകുമാരിയും തമ്മിലൊക്കെ പ്രണയിക്കുന്ന കഥയേ ഉള്ളൂ. അല്ലാതെ സാധാരണക്കാരുടെ ജീവിതത്തിനകത്ത് മുക്കുവനും മുക്കുവത്തിയും കൂടെ പ്രണയിക്കുന്നതിനെ പറ്റിയൊന്നും ഒരു കഥയോ ഒരു കാലത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല. കർഷകനും കർഷക സ്ത്രീയും തമ്മിൽ കൃഷി ഇതൊന്നും പിന്നെ അങ്ങനത്തെ പ്രണയ കഥയേ ഇല്ല. മുഴുവൻ രാജകുമാരനും രാജകുമാരിയുടെയും കഥകളെ നമ്മൾ അങ്ങനെ പോലും കാണത്തുള്ളൂ. അപ്പോഴും രാജകുമാരി മുൻകൈ എടുത്ത് ചെയ്യുന്ന കുറച്ച് ആദ്യകാലത്തൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ പേരുണ്ടാവും രാജാവിൻ്റെ മകളായിട്ടിരിക്കുന്നവർ. പക്ഷേ അവർക്ക് സ്വന്തമായി തീരുമാനിക്കാൻ കഴിയുന്ന ആളായിട്ട് മാറിയിട്ടില്ല. പിന്നെ അത് നമ്മളിങ്ങനെ അത് കുറേശ്ശെ കുറഞ്ഞ് ആദ്യം തുടക്കത്തിലൊക്കെ ചിലരുണ്ടായിരുന്നവരൊക്കെ തന്നെ അങ്ങ് അപ്രത്യക്ഷമായി. ഇപ്പം ക്ലിയോപാട്രയെ പോലുള്ള ഒരാളെ പിന്നെ നമ്മൾ കാണത്തേ. പഠിക്കുന്നവരും കഴിവുള്ളവരും ആയിരിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥാനമില്ലാതായി പോകുന്നത്. ഇപ്പോൾ ഗ്രീസിൽ നമ്മൾ എടുക്കുന്ന ഹൈപ്പേഷ്യ കണക്കിലൊക്കെ ഭയങ്കര മിടുക്കിയായിരുന്നു. അവസാനം അവരെ കൊത്തി അരിഞ്ഞ് കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പിന്നെ നമുക്കിങ്ങനെ കാണാം. മിടുക്കുള്ള സ്ത്രീകളുണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൻ്റെ ഘടനയ്ക്കകത്ത് വളരെ ശ്രദ്ധിച്ചിരുന്നതാണ്. ചോയ്സ് എന്ന് പറയുന്ന സാധനമേ അങ്ങ് ഇല്ലാതെ. സ്ത്രീ ഉയർന്ന് പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ സ്ത്രീ ശബ്ദം ഉയർത്തിയാൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ള ഭയമായിരിക്കും അതിന് കാരണം? അല്ല, അങ്ങനെ കാരണം കൊണ്ടല്ല. സ്ത്രീകളുടെ റോള് തന്നെ ഇല്ലാതായി പോകുന്നത്. കാരണം പുരുഷന്റെ ബലമാണ് എല്ലാം നിർണയിച്ചത്. അതുകൊണ്ടാണ് എല്ലാ പണികളും ചെയ്യുന്നതിനായിട്ട് തിരിയും. ഇവരെല്ലാം സാധാരണ പറഞ്ഞാൽ നമ്മൾ ഈ അടിമകളുടെ പണികളിലേക്ക് സ്ത്രീകളുടെ വർക്ക് മാറും. ഇപ്പം അടുക്കളയിലെ പണി എന്ന് പറയുന്നത് അടിമക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് അനുവദിക്കാത്തിടത്തേക്ക് സോഷ്യലായിട്ടുള്ള സ്ട്രക്ചേഴ്സിനകത്ത് തീരെ വരാതിരിക്കാൻ ആ കൃഷി സമൂഹത്തിനകത്തുണ്ടായ രാജഭരണത്തിനകത്തോട് ഇത് വരുന്നുണ്ട്. ഈ സമയത്ത് ഈ പുരുഷന്മാർ തമ്മിലടിച്ച് ചാകുന്നത് ഒരു പ്രശ്നമായി മാറിയപ്പോഴാണ് രാജാവ് ഇതിനകത്ത് ഇടപെട്ടിട്ട് എല്ലാവർക്കും ഒരു സ്ത്രീയെ കൊടുക്കും. അതോടെ പിന്നെ ഉള്ള രഹസ്യബന്ധം പോലും പറ്റാതായി പോയി. ഒരാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ കരാറിൽ ഒപ്പിടിയിരിക്കും. അത് പുരുഷന്മാരെ നിയന്ത്രിക്കാനാണ് അത് ചെയ്തതെങ്കിലും സ്ത്രീകൾക്ക് പിന്നെ ഒരു ചോയ്സും ഇല്ല. അപ്പം പുരുഷന്മാരെ കൊണ്ട് കരാറിൽ ഒപ്പിടിപ്പിക്കുന്ന എന്തിനാണ്? കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലം നീളുക എന്ന് പറയുന്നത് ഈ ചെറിയ വിദ്യാഭ്യാസം മാത്രമല്ല, സ്കില്ലെന്ന് പറയുന്ന സാധനത്തിന് മുഴുവനും ഒത്തിരി നാൾ വേണ്ടി വരും. ഇപ്പം നമ്മൾ അമ്പെയ്ത്ത് പഠിച്ചാലും വാൾ കൊണ്ടുള്ള ആയുധങ്ങൾ. അപ്പോൾ ഈ സ്കില്ല് വികസിപ്പിക്കണമെങ്കിൽ നീണ്ട കാലയളവ്. അപ്പോൾ കുട്ടിക്കാലം നീണ്ട കുഞ്ഞുങ്ങളായി. മറ്റേ ആണെന്നുണ്ടെങ്കിൽ 10-12 വയസ്സാകുമ്പോഴത്തേനും അവർ ആ ഗോത്രത്തിനകത്ത് ഒരു അംഗമായി അങ്ങ് മാറും. അതിലാണോ 18 വയസ്സ് എന്നുള്ള? അങ്ങനെയാണ്. പിന്നെ 18 വയസ്സെന്നൊക്കെ പറയുന്നത് നമ്മൾ റീസെൻ്റ് ആയിട്ട് വരുന്നത്. 16 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടിക്കാലം നീണ്ടപ്പോൾ ഈ വിദ്യാഭ്യാസം സ്കില്ലുണ്ടാക്കുന്ന വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാൻ തുടങ്ങിയതോടെ ഈ കുട്ടിക്കാലം കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ സംഘമല്ലാതെ വീട് ഈ കൃഷി സമയമായപ്പോഴത്തേന് കൃഷിയോട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പായി മാറുകയും അപ്പോൾ ഈ സ്ത്രീകൾക്ക് കുട്ടിയെ നോക്കുക എന്ന് പറയുന്ന വലിയൊരു പണിയായി മാറുക. അതിന് സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഈ പുരുഷന്മാർ ഉത്തരവാദിത്വത്തോടെ കുട്ടിയെ നോക്കണം എന്ന് പറയുന്ന ഇൻഡാസ് എഡിക്റ്റ് ഉണ്ടായതാണ്. ഈ ഒപ്പിടിയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷി നിർത്തി ഇയാളാണ് ഈ കുഞ്ഞിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെ വലിയ സിസ്റ്റം ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഇതോടെ പ്രണയം എന്ന് പറയുന്നത് സംഭവിച്ചാൽ സംഭവിച്ചു. കാരണം 2 പേര് തമ്മിൽ ജീവിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ അവരുടെ ഇടയിൽ 100 പേരിനകത്തൊരു 10 പേരൊക്കെ പ്രണയിക്കുന്നുണ്ടാവും. അവർ തമ്മിൽ യഥാർത്ഥത്തിൽ ചേരും. മറ്റുള്ളവർ അങ്ങനെ ചേരുക എന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞിനെ പ്രസവിക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അതിനപ്പുറത്തോട്ട് ഒരു ബന്ധമില്ലാത്ത ലോകമാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്നത്. വലിയ ചേഞ്ചാണ്. പുരുഷന്മാരുടെ ലോകവും സ്ത്രീകൾ അതിനകത്ത് ജീവിക്കുക മാത്രം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കാണ് മാറും. അടിച്ചമർത്തപ്പെടുക, കംപ്ലീറ്റ് മാറിപ്പോവും. പിന്നെ അത് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ തന്നെ കാണാം. മറ്റാരുമില്ലാതിരിക്കുമ്പോൾ പുരുഷന്മാരില്ലാതിരിക്കുന്ന ഭരിക്കുന്നവരുടെ ഇടയിലോട്ടൊക്കെ നോക്കിയാൽ സ്ത്രീകൾ മക്കളെ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനെ ദത്തെടുക്കുക. അങ്ങനെയാണ് രാജാവാക്കുന്നത്. അതിന് ഒരു കൊച്ചുകുട്ടിയാണ് മകനെങ്കിൽ മൂത്തവരെ റീജന്റ് എന്ന് പറഞ്ഞാൽ ഇവരെ നോക്കി അവർക്ക് പകരം ഭരിക്കുന്നവർ സ്ത്രീ മാത്രമേ ആകത്തുള്ളൂ. അപ്പോഴും അവർക്ക് രാജ്ഞി എന്ന് പറഞ്ഞാൽ രാജാധികാരമുള്ള രാജ്ഞിയാകാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇതിന് വേരിയേഷൻസ് ഒക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും നോക്കിയാൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈജിപ്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ബന്ധം, അവർ തന്നെ ആ കുടുംബം തന്നെ നിൽക്കണം എന്നുള്ളത് കാരണം കൊണ്ട് സഹോദരന്മാർ തന്നെയായിരുന്നു കല്യാണം കഴിക്കുന്നത്.
ഈജിപ്തിൽ അങ്ങനെയായിരുന്നു ഈ ഫറോവന്മാരുടെ ഭയങ്കര. എന്നിട്ട് അതുങ്ങൾ മുഴുവൻ രോഗം പിടിച്ച് അവസാനം ഈ വൈവിധ്യമില്ലാതായി പോയിട്ട് മുഴുവൻ എണ്ണത്തിനും രോഗം പിടിച്ച് ചത്തുപോകുന്നിടത്തൊക്കെയായി, ജനറ്റിക്കലായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പിന്നീട് കണ്ടെത്തുന്നതാണ്, അതൊക്കെ അപകടമാണെന്നൊക്കെ കണ്ടെത്തുന്നതാണ് കൊണ്ട് വ്യത്യസ്തമായ ആൾക്കാർ തന്നെ വേണം എന്നൊക്കെ കാണുന്നുണ്ട്. സ്വഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കരുതെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഈ ചോയ്സസ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിനകത്തു നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഏക ഭാര്യ ഏക ഭർത്താവ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്, ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് പുരുഷൻ്റെയും കൂടി ഉത്തരവാദിത്വമാണെന്ന് കണ്ടെത്തുന്നത് വഴിയാണ് നമ്മൾ ഇന്ന് കാണുന്ന വിവാഹ സമ്പ്രദായം. ഈ രാജാക്കന്മാർ അതുകൊണ്ടാണ് ഈ രാജാവിൻ്റെ പ്രമാണത്തിൽ ഒപ്പിടാൻ ബാധ്യത വരുന്നത്, സാക്ഷി. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്തിനാണ് ഈ പ്രമാണത്തിലേക്ക് ഒപ്പിടുന്നത്? ഈ കുട്ടിയെ പുരുഷന്മാർ ഉണ്ടാക്കി അവർ വിടുക എന്ന് പറയുന്ന നിലവാരത്തിൽ അതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെടുത്തേണ്ട ആവശ്യം വരുന്നത് കുട്ടിക്കാലം നീണ്ടത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് LKG UKG അത് കഴിഞ്ഞ് വലിയ സ്കൂളിലും പഠിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലും വിട്ടിട്ട് മാത്രമേ കുട്ടിയെ പ്രായപൂർത്തിയായിട്ട് വിടാനൊക്കത്തുള്ളൂ. അപ്പോഴാണ് പുരുഷൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കുട്ടിയെ വളർത്തുന്നതിനകത്ത് വേണം, അവരുടെ അറ്റൻഷൻ ആവശ്യമാണ്, അവരുടെ റിസോഴ്സസ് ആവശ്യമാണ് എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ഈ ലോകം മുഴുവനും കൂടെ മാറുന്നത്. എവിടൊക്കെയാണോ കൃഷി ആരംഭിച്ച് എവിടൊക്കെയാണോ നഗരങ്ങളുണ്ടായത് അവിടെ മുഴുവൻ ആ സംഭവം നടന്നിട്ടുണ്ട്. ഈ നിന്നിരുന്ന സ്ഥലത്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പുതിയ ഫാക്ടറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ പഠിച്ചിരുന്ന ഇതിൽ നിന്ന് മാറി ഫാക്ടറി ഉണ്ടാകുകയും എല്ലാ വ്യത്യസ്തമായ വിഭാഗത്തിലുള്ള ആൾക്കാരെയും കൂടെ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ ട്രെയിനിങ് കൊടുത്താണ്. എന്നാൽ വീട്ടുകാർ പഠിപ്പിക്കുന്ന ഒരു അറിവും കൊണ്ട് ഫാക്ടറിയിൽ പണിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് സ്കൂളൊക്കെ ആരംഭിക്കുന്നത്. ഈ സ്കൂൾ ആരംഭിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് കാണുന്ന ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്, അണുകുടുംബം എന്ന് പറയുന്നത് ഈ കൃഷി കുടുംബത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ഓഫീസുമായിട്ടും ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്നത് വീണ്ടും സ്വതന്ത്രമായിട്ടാണ് വീട് വിട്ട് പഠിച്ച് വന്ന് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ രണ്ടാമത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന നമ്മുടെ രാജാവിനെ മാറ്റി നമ്മൾ ഇതിൻ്റെ ഷിഫ്റ്റിനകത്താണ് ഈ രാജാവിനെയും കൂടെ മാറ്റുന്നുണ്ട്. രാജാവിനെ മാറ്റി ഭരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കുന്നവരുടെ അതേപോലെ വ്യക്തികളുണ്ടായപ്പോഴാണ് നമ്മളിപ്പം നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് പുതിയതായി നമ്മൾ ഇത്രയും കാര്യങ്ങൾ കടന്നു പോയെങ്കിൽ മാത്രമേ പുതിയതായിട്ട് പ്രണയം എന്നൊക്കെ പറയുന്നത് ഇന്ന് വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് വരേണ്ട സാധനമാണ്. അവിടെയാണ് പ്രണയം. ഇപ്പോൾ നമ്മൾ പണ്ടാണെങ്കിൽ ഇത് അല്പം പോലും ഇപ്പം നമുക്കങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുക്കാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇനി ഇത് രണ്ടാമത് മുഴുവൻ പരിഗണിക്കേണ്ട സ്ഥലമാണ്. അപ്പുറത്ത് പുരുഷന്മാരെയും സ്ത്രീകളും രണ്ടുപേരും പരസ്പരം തിരഞ്ഞെടുക്കുന്നവരായി ആ ഇണകൾ അവർക്ക് ഇഷ്ടമുള്ള കാലം അവരൊന്നിച്ച് ജീവിക്കുന്നതിനുള്ള നമ്മൾ ആദ്യകാലത്ത് ഇവർ പിരിയരുത്, ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ കുട്ടിയെ വളർത്താൻ മാത്രമാണ്, അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ബാക്കി കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ വീട്ടുകാർ നോക്കിക്കോളും. ആരെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ള എല്ലാം കംപ്ലീറ്റ് അവിടുന്ന് തീരുമാനിക്കുകയും വിവാഹം എന്ന് പറയുന്നത് ദൈവം ഇടപെട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യമാണെന്നുള്ള ലെജിറ്റിമേഷൻ ഉണ്ടാക്കുക. അങ്ങനെയാണ് പള്ളിയിലും അമ്പലവും എല്ലാം ആയിട്ട് നിന്നിരുന്ന അതിൻ്റെ സാക്ഷിയിൽ നിർത്തിയിട്ടാണ് അതൊക്കെ ചെയ്തിരുന്നത്. ഈ ഇതിനകത്തൊന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇന്ന് വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റേതായ ലോകമാണ്. പക്ഷേ നമ്മൾ ഈ കൃഷി കുടുംബത്തിനകത്തെ മൂല്യമാണ് വീട് മുഴുവനും നാട് മുഴുവനും ഇപ്പോഴുള്ളത്. തിരഞ്ഞെടുക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കും. ആരും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ പറയണം. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്താൽ പോലും ഞങ്ങളുടെ സാങ്ഷൻ വേണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളെ പോലുള്ള. അതേസമയത്ത് വ്യവസായം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഒരു 100 വർഷം 200 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ 200 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്, നമുക്കാണെങ്കിൽ ഒരു 50 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ട്രാൻസിഷൻ സമയമാണ് നമ്മളെപ്പോലുള്ള. ഞാൻ കൃഷി കുടുംബത്തിൽ നിന്ന് വ്യവസായ കുടുംബത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് വീട് വിട്ട് പോയി താമസിക്കുന്നവരും ഇപ്പോൾ വിദ്യാഭ്യാസം മേടിച്ചവരെല്ലാം വേറെ സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയൊക്കെ ചെയ്യുന്നവർ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പുതിയ യുക്തികൾ വരുന്നിടത്താണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിനകത്തെ പ്രണയം എന്ന് പറയുന്നത് നേരത്തെ ഒരാളോട് വെറുതെ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നതല്ല, തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള അറിവും കൂടെ ആവശ്യമാണ്. അപ്പം അപ്പുറത്തെ ആള് ഒരുങ്ങി നിൽക്കുന്നുണ്ടാകും, പക്ഷെ അയാളുടെ സ്വഭാവം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരാളെ അറിയുക എന്ന് പറയുന്ന പ്രക്രിയ ഡേറ്റിങ്ങിന്, നമുക്ക് ഡേറ്റിംഗ് ഇപ്പോഴും നമുക്കില്ല. ഡേറ്റിംഗ് ആപ്പൊക്കെ ഉണ്ടാകുക ഇതൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മളിപ്പോഴും കൃഷി കുടുംബത്തിനകത്ത്. അതുകൊണ്ട് പ്രണയിച്ചവർ പോലും അമ്മയുടെ അച്ഛനെ സാങ്ഷൻ മേടിച്ച്, ഇവിടുത്തെ സിനിമകളൊക്കെ നോക്കിയാൽ മതി, അമ്മയുടെ അച്ഛനെ സാങ്ഷൻ മേടിക്കാതെ
വിവാഹം കഴിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് ഇപ്പോഴും ഉണ്ട്. പ്രണയിക്കുന്നത് തെറ്റാണ്. എനിക്കൊരു തെറ്റ് പറ്റി ഒരാളെ പ്രണയിച്ചു എന്നാണ്, അല്ലാതെ അവകാശമായിട്ടല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ കാണണം. ഈ ഭാഷയ്ക്കകത്തും ഈ കവിതയ്ക്കകത്തും പാട്ടിനകത്തും ഒക്കെ ഇതെല്ലാം കാണും. പ്രണയിക്കാം, പക്ഷെ അത് വീട്ടുകാരുടെ സാങ്ഷൻ ഉണ്ടെങ്കിൽ ഒക്കെ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വീട്ടുകാരുടെ സാങ്ഷന് എന്തൊക്കെ വേണ്ടി വരും? അപ്പോഴാണ് ജാതിയും മതവും എല്ലാ സാധനവും. അല്ലാതെ ഫാക്ടറിയോട് ബന്ധപ്പെട്ട് വരുന്ന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായ കഴിവുകളുള്ളവരാണോ എന്നുള്ളതാണ് ഇന്നത്തെ സത്യത്തിൽ ക്രൈറ്റീരിയ. പിന്നെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അവകാശവും അധികാരവും അതിന് നമ്മൾ സാമൂഹികമായി വെച്ചിരിക്കുന്നത് 18 വയസ്സാണ്. അപ്പോൾ അതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളെ മാത്രമേ, അതിപ്പം വിവാഹത്തിന് മാത്രമല്ല, കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിന് മാത്രമല്ല, മദ്യം കഴിക്കുന്നതിനും അതുപോലെ വേണം, വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് വേണം. അപ്പം നമ്മൾ അങ്ങനെയും കൂടെ അത് മനസ്സിലാക്കണം. അത് പ്രായപൂർത്തിയാകുക എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ യുക്തി മാത്രമല്ല, സാമൂഹികമായി പൗരബോധമുള്ള ഒരാളാകുന്നതിന് വേണ്ടിയാണ് ആ തിരഞ്ഞെടുപ്പ്. അപ്പം ഇങ്ങനെയും കൂടെ അത് കാണണം. അപ്പം ആ ആളുകൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് പ്രണയം എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോൾ ആ പ്രണയത്തിനെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് നോക്കിക്കാണേണ്ടതെന്ന് പറയുന്നിടത്താണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന ഗോത്രവർഗത്തിലുണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്ക് വളർത്താവുന്ന കുഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അത് പോരാ, ഒരു ടീം വർക്ക് ചെയ്യാൻ ബാധ്യതയുണ്ട്. അപ്പം തിരഞ്ഞെടുപ്പ് നന്നാകേണ്ടതുണ്ട്. ഗർഭം ധരിച്ച് നമുക്ക് തന്നെത്താൻ കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് സ്വന്തമായി വരുമാനം ഉണ്ടാകുന്ന സ്ത്രീകൾ, സ്വന്തമായി പഠിച്ച് വരുമാനം ഉണ്ടാകുന്നുണ്ട്, സിംഗിൾ മദർ എന്ന് പറഞ്ഞ, പണ്ട് ഗോത്രത്തിനകത്ത് മദേഴ്സാണ്, അവർ സിംഗിൾ മദറല്ല. ഭർത്താവ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കാരണം അവർക്ക് വളർത്താവുന്ന കുഞ്ഞ് മാത്രമാണ്. ഇന്നിപ്പം നമ്മൾ ഈ സിംഗിൾ മദർ എന്ന് പ്രത്യേകം പറയേണ്ടി വരുന്നത് അവർക്ക് തന്നെത്താൻ അതിനെ വളർത്തുക ഭയങ്കര പാടുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ കുഞ്ഞിനെ പ്രസവിച്ച് ജോലി ചെയ്യുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ക്രഷ്, അതുപോലെ തന്നെ LKG UKG എന്ന് പറയുന്ന സാധനങ്ങൾ, മറ്റേ സ്കൂളിലോട്ട് നമ്മൾ 6-ാം വയസ്സിൽ അയക്കത്തേ ഉള്ളായിരുന്നു, അതുവരെ നോക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറി കുട്ടിക്കാലത്ത് തന്നെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ച് ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടാകുന്നത് ഈ വ്യവസായ സമൂഹത്തിനകത്തുണ്ടായതാണ്. അപ്പം അതിൻ്റെ കുടുംബം ആണ് അണുകുടുംബം. അല്ലാതെ പണ്ടേ അമ്മയും അച്ഛനന്മാരും കൂടെ ചേർന്ന കുഞ്ഞിനെ വളർത്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനല്ല. ഇപ്പൊ മൈത്രേയൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ അമ്മ അച്ഛൻ അവർ ചേർന്ന് ജീവിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇത്ര കാലം വരെ നമ്മൾ നോക്കണം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞല്ലോ. മൈത്രേയൻ ശീലിച്ചു പോന്ന, അതായത് മൈത്രേയൻ ജീവിച്ചു പോന്ന ആ ഒരു ലൈഫും ആ ഒരു തരത്തിൽ തന്നെയല്ലേ. മകളായ കനി കുസൃതിക്ക് 20 വയസ്സായി. വിഷയം എനിക്ക് ഇങ്ങനെ മനസ്സിലായത് കൊണ്ടാണ് അങ്ങനെ ആയത്. അതെ, അതെനിക്ക് മനസ്സിലായി. അപ്പൊ അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. 20 വയസ്സാകുമ്പോഴേക്കും കുടുംബം പിരിച്ചുവിടും എന്നുള്ള തീരുമാനത്തിലെത്തിയത്. കുടുംബം പിരിച്ചുവിടുന്നു എന്ന് ഞാൻ പറയുന്ന സമയത്ത് ആ വർക്ക് തീർന്നു എന്ന്, കുഞ്ഞ് സ്വതന്ത്രം അവർ തന്നെത്താൻ തീരുമാനമാണ്, പിന്നെ നമ്മൾ വളർത്തിക്കൂടാ. ഇപ്പോഴും ഈ പഴയ കുടുംബങ്ങളിൽ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടി വളർന്ന് സ്വന്തമായി ജീവിക്കാൻ കഴിവുള്ളവരായി മാറിയാലും നമ്മുടെ വളർത്തൽ തീരത്തില്ല. വീണ്ടും പാമ്പറല്ല, അവരെ നിയന്ത്രിക്കും. അവരാരെ തിരഞ്ഞെടുക്കണമെന്നുള്ള ഇടം തൊട്ട് കുട്ടിയെ എങ്ങനെ അവരുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് വരെ, അവരെന്ത് തരത്തിൽ ജീവിക്കണം, നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തൊട്ട് എന്തും പറയുന്നിടത്താണ്. അപ്പൊ ഈ പൗരബോധമുള്ള ജനതയായി മാറാനായിട്ട് 18-ാമത്തെ വയസ്സിൽ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നതാണത്. ഒരു സർക്കാർ, നമ്മൾ പണ്ടത്തെ രാജാവല്ലല്ലോ, നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാർ ചെയ്യുന്നതല്ലേ. അപ്പൊ ആ ആൾക്കാർക്ക് സ്വതന്ത്രമായി തന്നെത്താൻ തീരുമാനം എടുക്കാൻ, ഇപ്പം നിങ്ങൾ പഠിച്ച ആള്, നിങ്ങൾ വക്കീലായിരിക്കും, കോടതിയിൽ വാദിക്കാനായിട്ട് പോകുമ്പം അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. എഞ്ചിനീയറിംഗ് ആള് പാലം പണിയാൻ പോകുമ്പോൾ അമ്മയുടെ അച്ഛനോടും ചോദിച്ചിട്ടാണ്. ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർ അമ്മയുടെ അച്ഛനോടും ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നുമല്ല. പക്ഷെ ഇണയെ തിരഞ്ഞെടുക്കുക അത് പറ്റത്തില്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അത് ഞങ്ങൾക്കേ അറിയാത്തുള്ളൂ. ഇതാണ് അതിന്റെ തമാശ എന്ന് പറയുന്നത്. ഒരു രാജ്യം ഭരിക്കാൻ ഇവർക്ക് അറിയുന്നവരാ, അപ്പോഴും ഇണയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് ഈ പഴഞ്ചൻ സാധനം പുതിയ ഇതിനകത്ത് നിന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പൊ വളർത്തൽ തീർക്കേണ്ടതുണ്ട്. ബാക്കി എല്ലാ ജീവികളും നമ്മുടെ ജീവി മനുഷ്യൻ അങ്ങനെ പെരുമാറക്കൂടാന്ന് പറഞ്ഞു മനുഷ്യർ കണ്ടുപിടിച്ചതാണത്. മക്കളെന്ന് പറയുന്നത് അമ്മയച്ഛന്മാരെ നോക്കാനാണ് വളർത്തുന്നത് എന്നുള്ള നിലവാരത്തിൽ ഇന്ന് സംസാരിക്കുന്നത്. ഇതാണ് അതിനകത്ത് തമാശ എന്ന് പറയുന്നത്. ഒരു ജീവികളിലെല്ലാം നമ്മൾ നോക്കിയാൽ മതി. അവര് ഒരു കോഴിയെ അതിനെ കൊണ്ടു നടക്കുമ്പം
അതിന് തന്നെത്താൻ തിന്നുന്നിടത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് വന്നാൽ കൊത്തി ഓടിക്കും. അതെ. ഒരു കാക്ക കുഞ്ഞിനെ വളർത്തി കഴിഞ്ഞാൽ ആ വീട് കൂട്ടിനകത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ കിളികളെല്ലാം കൂട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു കൂട്ടിലേക്ക് ഒരു കിളി പോകത്തില്ല. മുട്ടയിടുമ്പോൾ മാത്രമുള്ളതാണ് ഈ കൂട്. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആളുകൾ വൈകുന്നേരം ചേക്കേറാൻ പോകുന്നു. ചേക്കേറുക എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായി ഒരിടത്ത് ഇരിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല, അല്ലാതെ അതിൻ്റെ വീടൊന്നുമല്ല അത്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ എല്ലാ സംഭവങ്ങളും നമുക്ക് അവസാനം അത് ഭാരമായി മാറുന്നു. ഇതിപ്പോൾ ഈ വീടിൻ്റെ ഉപയോഗം കഴിയും കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ. പിന്നെ ആ ഇണകളായിട്ട് അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ മുറി മതി. അല്ലാതെ ഈ 5-6 മുറിയുള്ള വീട്ടിനകത്ത് ഒരു മൂലയ്ക്ക് കുത്തി ഇരുന്നിട്ട് ഈ എഞ്ചിനീയറിംഗ് പഠിച്ചവർ വീട്ടിൽ വന്ന് പാലം പണിയാൻ പറ്റുമോ? വക്കീൽ വീട്ടിൽ വന്ന് വാദിക്കാൻ പറ്റുമോ? ഉദ്യോഗസ്ഥർ ആർക്കും വരാനൊക്കത്തില്ല. നമ്മൾ പഠിപ്പിക്കുന്ന മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകും എന്നറിഞ്ഞുകൊണ്ട് വേണം ഇന്ന് ജീവിക്കാൻ. ഇതൊക്കെയാണ് ഈ ട്രാൻസിഷൻ. മറ്റേ അങ്ങനെയല്ല. കൃഷിക്കാരുടെ മക്കൾ വേറൊരു കൃഷിക്കാരുടെ മക്കളായിരിക്കും വരുന്നത്. അവരിവിടെ വന്ന് ഇവിടെ ചെയ്യുന്ന കൃഷിക്കകത്ത് പങ്കുചേരുക ചെയ്യുന്നത്. അപ്പം അമ്മയുടെ അച്ഛൻ്റെ അറിവിനകത്തും അവരുടെ സ്വത്തിനകത്തും ജീവിച്ചിരുന്നതായിരുന്നു മക്കൾ. പക്ഷെ ഇന്ന് അങ്ങനെ അല്ലാതായി ഇരിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വളർത്തി നിങ്ങൾ വീട്ടിൽ കുഞ്ഞ് വളരണമെന്നുണ്ടെങ്കിൽ അവർ സ്കൂളിൽ വിട്ടുകൂടാ. അതാണ് അതിൻ്റെ സ്ഥലം. വീട്ടിൽ അപ്പോൾ പഠിക്കാതെ പോകുന്നവർ മാത്രമേ വീട്ടിലുള്ളത്. വീട്ടിൽ കൃഷി ചെയ്യുന്നവർ മാത്രമേ. പഠിച്ച ആളിന് ജോലി എന്ന് പറയുന്ന സാധനം ആ പഠിച്ചതിന്റെ സ്കിൽ അനുസരിച്ചിട്ടുള്ള ജോലികളാണ്. അവർക്കൊരിക്കലും വീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് പോകാനൊക്കത്തില്ല. കാരണം മറ്റു ഫാക്ടറി ദൂരെയായിരിക്കും, ഓഫീസ് ദൂരെയായിരിക്കും. ഇനി ഈ രാജ്യത്ത് പോലും അല്ല, അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നവരാണ്. അവർ തിരിച്ചു വരത്തില്ല. അപ്പൊ ഇനിയത്തെ മക്കളൊന്നും ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് വരത്തില്ല എന്ന് അറിഞ്ഞു തുടങ്ങി ജീവിക്കേണ്ട അമ്മയച്ഛന്മാരും അമ്മയച്ഛനും മക്കളെ നോക്കി ഇങ്ങനെ കാത്തിരിക്കുന്നിടത്താണ് ഇരിക്കുന്നത്. അപ്പൊ കൃഷിക്കാരുടെ ബോധത്തിനകത്ത് ജീവിക്കുകയും ആധുനികമായ ജീവിത രീതിയിൽ പെട്ടുപോയവരാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സമൂഹം മുഴുവൻ. ഇതുകൊണ്ടാണ് അവർ മക്കളെ അവർക്ക് ഇഷ്ടമുള്ളവർ തിരഞ്ഞെടുക്കാൻ അനുവദിക്കാതെ ഇവർ തന്നെ, അതിന് പഴയ ശീലമാണത്. അതല്ല ഇനി വേണ്ടത്. കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കാൻ അവരെ എക്യുപ്പ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾ എങ്ങനെ തിരഞ്ഞെടുക്കണം? അവിടെയാണ് നിങ്ങൾ പറയുന്ന പ്രണയം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വേഷം ഇട്ട് നമ്മൾ രണ്ടുപേരും റോഡിൽ ഇറങ്ങി നിൽക്കും. മറ്റുള്ളവരെ കാണിക്കുകയും ഇഷ്ടപ്പെടുന്ന നിലവാരത്തിൽ പെരുമാറും. ഇപ്പോൾ ഒരാളുമായിട്ട് നമുക്ക് പ്രണയം ആരംഭിച്ചാൽ നമ്മുടെ ചിരികളും നമ്മുടെ സകല നല്ല വശം മാത്രമേ നമ്മൾ കാണിക്കൂ. അപ്പോൾ ഒരിക്കലും ഈ പ്രണയിക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവം എന്താണ്, അവരേത് തരത്തിലെ ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയാനായിട്ട് വലിയ പാടാണ്. പ്രണയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പാടുപെട്ട സ്ഥലം ഇതാണ്. അതിന് പലതരത്തിലുള്ള വിദ്യകൾ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അവരുടെ സ്വഭാവം. കാരണം അവർ നമ്മളോട് നന്നായി പെരുമാറുന്നത് കള്ളം പറയാനോ കള്ളം കാണിക്കാനൊന്നുമല്ല. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ജോലിക്ക് പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ സ്വഭാവം കാണിക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഇത് കള്ളത്തരമല്ല. പക്ഷേ പ്രണയിച്ച ആളുകൾ ഈ സമൂഹങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ ഞാൻ നിന്നെ വിചാരിച്ചതുപോലല്ല എന്ന് പറയും. അതൊരു വർഷം കഴിയുമ്പോൾ പറഞ്ഞു തുടങ്ങി. ഒരു വർഷം പോലും ആകണ്ട, അതിന് മുമ്പ് പറഞ്ഞു തുടങ്ങി. ആദ്യം കണ്ട പോലെ അല്ലല്ലോ എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നല്ല വശങ്ങളെ നമ്മൾ പരസ്പരം കാണിക്കുകയുള്ളൂ. അപ്പോഴാണ് തെരഞ്ഞെടുപ്പാണ് പ്രണയം എന്നറിയേണ്ടത്. അല്ലാതെ തേപ്പെന്നുള്ള വാക്കൊന്നും അല്ല ഉപയോഗിക്കേണ്ടത്. ഒരാൾക്ക് ഇഷ്ടമല്ല നിങ്ങളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചതുപോലെയാണ് ഈ പഴയ പ്രണയ സങ്കല്പം നിൽക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഒരാൾക്ക് കമ്മിറ്റഡ് ആകുക എന്നുള്ള അർത്ഥമല്ല, ആ ആളിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് നടക്കുന്നത്. ഒരു സിനിമ കാണുമ്പോൾ ഏറ്റവും അതിൻ്റെ വിദ്യകളാണിതൊക്കെ ഞാൻ പറയുന്നത്. ഒരു സിനിമ കണ്ടിട്ട് രണ്ടുപേരും കൂടെ ആ സിനിമയെ പറ്റി ചർച്ച ചെയ്താണ് ഈ ആളുടെ മൂല്യബോധം, അയാൾ ഏത് തരത്തിലെ മനുഷ്യനാണെന്ന് അറിയാൻ വളരെ എളുപ്പം. വെറുതെ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമ്മളെന്താണെന്ന് പറയാതെ മറ്റൊരാളോട് ഇങ്ങനെ ചോദിച്ചാൽ മതി, ആ നായകൻ അപ്പോൾ അങ്ങനെ പെരുമാറിയത് കൊള്ളാമെന്നാണ്. അപ്പോൾ അത് കൊള്ളാം, അത് അങ്ങനെയാണ് വരാം. പെണ്ണിനെ ഒരു അടി കൊടുത്തതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് ഇയാൾ നമുക്കിട്ട് അടി തരുന്ന ആളാണെന്ന് പെണ്ണുങ്ങൾ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇയാൾ നല്ല
ഇഷ്ടംപോലെ സ്വത്തൊക്കെ ഉള്ളപ്പം ഇഷ്ടത്തോടെ നിൽക്കുന്നവർ സ്വത്തൊന്നും ഇല്ലാത്തപ്പോൾ കളഞ്ഞേച്ച് പോകും എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. കാരണം കുഞ്ഞിനെ വളർത്താനായിട്ട് ഇയാൾക്ക് കഴിവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ഈ റിസോഴ്സസ് ഉള്ള പുരുഷന്മാരോടായിരിക്കും അടുപ്പം ഉണ്ടാകുന്നതുകൊണ്ട് റിസോഴ്സ്ഫുൾ ആകേണ്ട ആവശ്യം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം ഉള്ളതാണെന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് എങ്ങനെ ഇപ്പോഴത്തെ കാലം വെച്ചിട്ട് പറയുകയാണ്, ഡ്രൈവറോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇയാൾ സ്വന്തം നിലയിലുള്ളവരല്ലാത്തവരോട് എങ്ങനെ പെരുമാറും. അപ്പോൾ ഭാര്യ രണ്ടാം തരമാണെന്ന് പ്രണയിക്കുന്ന സമയത്ത് തുല്യരായിട്ടാണ് കാണുന്നത്. ഭാര്യ എന്ന് പറഞ്ഞാൽ താഴെയാണെന്നാണ് കാണുന്നത്, രണ്ടാമതായിട്ടാണ് കാണുന്നത്. ഭാര്യ ഭരിക്കപ്പെടുന്നവളെന്നാണ്, ഭർത്താവ് ഭരിക്കുന്ന ആളെന്നാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അപ്പം റിലേഷൻഷിപ്പിനകത്ത് രണ്ടാമതാകും. അപ്പം തൊട്ട് ആ ഓട്ടോറിക്ഷക്കാരനോട് പെരുമാറുന്നവർ പെരുമാറും. അപ്പോൾ ഓട്ടോറിക്ഷക്കാരന് അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ പോയി സാധനം മേടിക്കുമ്പോൾ വെയിറ്ററോട് എങ്ങനെ പെരുമാറുന്നതെന്ന് നോക്കാവുന്നതാണ്. ഇത് ആണിനും പെണ്ണിനും ഇവർ ഓരോരുത്തരും പെരുമാറുന്ന മറ്റേ ആളിനെ നമ്മളോട് പെരുമാറുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമുക്ക് എപ്പോഴും ഭയങ്കര സംഘർഷം അനുഭവിക്കും. വളരെ സ്വീറ്റായിട്ട് തോന്നുന്ന ഒരാൾ മറ്റുള്ളവരോട് പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ടാകും. ശരിയാണ്. ഇതറിയണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളെ കബളിപ്പിക്കാനാണ് ഈ നല്ലതായിട്ട് പെരുമാറുന്നത് തെറ്റിദ്ധരിക്കരുത്. അതല്ല, ആരായാലും നല്ല സെൽഫ്, നമ്മുടെ ഏറ്റവും നല്ല വശം മറ്റേ ആളെ കാണിക്കുക എന്ന് പറയുന്നത് അവരെ ചെയ്യുന്നതാണ്. അവരെ നമ്മളെ ഇണക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മളത് കാണിക്കുന്നത്. കപടമല്ല. എപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് നിന്നെ പ്രണയിച്ച സമയത്ത് നീ കള്ളിയ, നീ ഇങ്ങനൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്ന സാധനം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് പ്രണയിക്കുമ്പോൾ ഏറ്റവും നല്ല വശം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രണയിക്കുന്നത് സമയത്ത് മറ്റേ ആളെ ഇണക്കുന്ന പണിയിലാണ് എല്ലാവരും. അത് ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരാൾ അയാളുടെ ഏറ്റവും നല്ല വസ്ത്രം ഇട്ട് അവിടെ പോയി ഇരുന്നിട്ട് നല്ലോണം ചിരിച്ച് അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് പറഞ്ഞ് ആ ജോലി തരപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പണിയായിട്ട് കാണണം. കള്ളം പറയുന്നതായിട്ട് മനസ്സിലാക്കരുതെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇതുപോലെ ഒരിക്കലും നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇണക്കുക എന്ന് പറയുന്ന പ്രക്രിയക്കകത്താണ് നമ്മൾ ഈ റിലേഷൻഷിപ്പ് മുഴുവൻ നിൽക്കുന്നത്. അപ്പം ഒരാളെ അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയാനായിട്ട് അവർ മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നത്, അവർ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത്, ഇപ്പോൾ പ്രണയിക്കുന്നവരുടെ വീട്ടിൽ പോവുകയോ അവരുടെ മുറിയിലോ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും മുറി എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്, നമുക്ക് പാരയായി പണിയായി മാറുന്ന ഒരാളാണോ എന്നുള്ളത് ഒരുപാടും ഇല്ലാതെ കാണാൻ പറ്റും. പ്രണയിക്കാനൊക്കെ കൊള്ളാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് പണിയെ കിട്ടും എന്നറിയേണ്ടതുണ്ട്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളിനകത്ത് ഓരോന്നായിട്ട് നമുക്ക് ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിനകത്ത് ഇണയെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. അറിയുക, അവരെ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനത്തെ ഡേറ്റിംഗ് ആണ് ആവശ്യം. ഇത് അനുവദിക്കത്തില്ല. വേലിക്ക് നിന്ന് കാര്യം പറഞ്ഞതോ അല്ലെങ്കിൽ ബസ്സിനകത്ത് യാത്ര ചെയ്തതോ ഒക്കെയാണ് ആകെപ്പാടെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പാർക്കിലിരുന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവർ ശരിക്കും പറഞ്ഞാൽ പരസ്പരം അറിയില്ല, പ്രണയിച്ചതാണെന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ വേലിക്ക് നിന്ന് കാര്യം പറഞ്ഞവരെ ഉടനെ തന്നെ പിടിച്ച് കല്യാണം കഴിക്കും. അവർ പ്രണയമാണെന്ന് പറഞ്ഞു അവർ തന്നെ അന്തം വിട്ടുപോകും. അവർക്ക് പ്രണയമൊന്നും ആരംഭിച്ചിട്ടൊന്നുമില്ല, കൗതുകം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതൊക്കെ ഇതുപോലെ ഈ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേര് ചെയ്യേണ്ട പണികളാണ് ഞാനീ പറയുന്നത്. എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആളിനെ നമ്മളെപ്പോലെ നമുക്ക് പറ്റുന്ന ആളാണോ എന്നുള്ളത് അവരുടെ ഈ ഫസ്റ്റ് ലെയറിൽ നമ്മളോട് കാണിക്കുന്ന നല്ല സെൽഫിന് അപ്പുറത്ത് അവർ പലതരത്തിൽ ഇതുപോലെ നമ്മൾ അറിയേണ്ടതാണ്. നമ്മൾ ഒരാളല്ലെന്നറിയാം. ഇത് ഭയങ്കര സൂക്ഷ്മമായിട്ട് അറിയേണ്ടതാണ്. നമ്മുടെ അടുത്ത് ഓരോ ആളും വേറൊരാൾ നമ്മളോട് പെരുമാറുമ്പോൾ അവരോട് പെരുമാറുന്ന ഒരു സെൽഫ് നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ വീട്ടിൽ അച്ഛനോട് പെരുമാറുന്ന ഒരു തരത്തിൽ, അമ്മയോട് പെരുമാറുന്ന ഒരു തരത്തിൽ, സഹോദരനോട് പെരുമാറുന്ന തരത്തിൽ, സഹോദരോട് പെരുമാറുന്ന ഒരു തരത്തിൽ, അയൽത്തുകാരോട് പെരുമാറുന്ന ഒരു തരത്തിൽ, കൂട്ടുകാരോട് പെരുമാറുന്നതൊക്കെ ഇങ്ങനെ. അപ്പം സങ്കീർണമായ സെൽഫ് ഉള്ള ആളാണ് നമ്മൾ. അപ്പോൾ ആളുകൾ പറയും നീ എന്നോട് വേണ്ടുന്ന പോലെ അല്ല അവരോട് വേണ്ടുന്നത്, ഇങ്ങനെ പറയും. സത്യത്തിൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, സങ്കീർണ സെൽഫുള്ളവരാണ്. ഓരോ ആൾക്കാർക്കനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് നമ്മൾ. അപ്പം എത്രയധികം മനുഷ്യർ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴിയാണ് കുട്ടി സ്കിൽഫുൾ ആകുന്നത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടാതെ കുഞ്ഞുങ്ങളെ വളർത്തും. അപ്പം 2-3 പേരുടെ മറുവശത്തായ സെൽഫേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ വൾണറബിളായി പോകും. കാരണം അവർക്ക് അറിഞ്ഞുകൂടാത്ത തരത്തിലുള്ള ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ പഠിക്കത്തില്ല. ഇതുകൊണ്ടാണ് നമ്മൾ സത്യത്തിൽ അതുകൊണ്ട് സ്കൂളിൽ കുട്ടികളെ വിടുക എന്ന് പറഞ്ഞാൽ പലരുമായി ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നവരായിട്ട് മാറും. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവരായി മാറുന്ന ഒരു വശം കൂടെ ഉണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്
മരിച്ചു പോകാതെ നോക്കുക എന്ന് പറയുന്നത് മാത്രം, വലിയ ഇഞ്ചുറി ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നതാണ്. ബാക്കി തലത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൂടാ, എക്സ്പോഷറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന നിലവാരത്തിൽ മനസ്സിലാക്കുമ്പോൾ വ്യത്യസ്തമായ സെൽഫുള്ള ആളായത് കാരണം കൊണ്ട് സങ്കീർണമായ സെൽഫുള്ള ആളാണ് നമ്മുടെ കൂട്ടുകാരിയും കൂട്ടുകാരനും എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ ആ നിലവാരത്തിലുള്ള വശങ്ങളെ അറിയാനായിട്ട് ഈ മറ്റുള്ള ആളുകളുമായിട്ടുള്ള അവരുടെ ഇൻട്രാക്ഷനകത്തോടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രണയകാലത്തെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് അവർക്ക് നമ്മളോടുള്ള ഇഷ്ടത്തിനേക്കാൾ കവിഞ്ഞ് അവരുടെ യഥാർത്ഥത്തിൽ അവരിലുള്ള മറ്റ് സെൽഫുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടെത്തുന്നതാണ്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ സെൽഫുകളെല്ലാം മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയാ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യുമ്പോഴല്ലേ ഇന്നത്തെ സമൂഹം അതിനെതിരെ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മിസ്യൂസ് ചെയ്യുന്ന കാര്യമല്ല ഇത്, അവർ എക്യുപ്ഡ് അല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വ്യത്യസ്തമായ സെൽഫുള്ള ആളുകൾ 2-3 പേരെ വീട്ടിലെ ന്യൂക്ലിയർ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളർത്തു ദോഷം എന്നാണ്. അപ്പോഴാണ് വളർത്തു ദോഷം എന്ന് പറയുന്നത് അറിഞ്ഞിട്ടല്ല അത്. ഓക്കെ, അവർ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു കുഞ്ഞു മരത്തെ കയറാൻ തുടങ്ങുമ്പം ഇറങ്ങുമെന്ന് പറഞ്ഞ് ഉരുണ്ട് വീഴുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കും. അതല്ല ചെയ്യുന്നത്. കയറട്ടെ, അവർ കയറുമ്പോൾ വീഴുകയാണെങ്കിൽ പിടിക്കാനായിട്ട് പോയി നിൽക്കേണ്ടത്. അതിന് നമുക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നില്ല, എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ വരാം, നമുക്ക് 2 പേർ കൂടെ മരത്തെ കയറാം എന്ന് പറയുന്നതാണ്. അങ്ങനെ എക്വിപ്ഡ് ആക്കുന്നത്. കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത് ഇതെല്ലാം എക്വിപ്ഡ് ആക്കുന്നതാണ്. മല കയറാൻ പഠിപ്പിക്കും. ഒന്നും പഠിപ്പിക്കുക. നമ്മളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നാടാണ് നദീകാലം, പക്ഷെ ആർക്ക് നീന്താൻ അത് ഇതേ കാരണമാണ്. മൂക്കെ പിടിച്ച് വെള്ളത്തിൽ ഇറങ്ങിച്ച് കരയ്ക്ക് കയറാൻ പഠിപ്പിക്കും. നീന്തൽ പഠിപ്പിക്കത്തില്ല. നീന്തൽ പഠിച്ച ഒരിക്കലും ആരും വെള്ളത്തിൽ വീണ് ചാകത്തില്ല. ബോധം കിട്ടുപോയ ഒരാൾ മാത്രമേ വെള്ളത്തിൽ വീണ് ചാകത്തുള്ളൂ. നമുക്കിവിടെ ഒരിക്കലും ഇത്രയും വെള്ളമുള്ള സ്ഥലത്ത് ഒരാൾ മരിച്ചുകൂടാ. ഇത് നമ്മുടെ ഈ സമീപന രീതി കൊണ്ടാണ്. നമ്മൾ ഈ രക്ഷിക്കുക എന്ന് പറയുന്നത്, രക്ഷകർത്താവ് എന്നാണ് നമ്മൾ പറയുന്നത്. അതോടെ പിന്നെ നമ്മൾ വേലിക്കകത്ത് ഇട്ട് പൂട്ടുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക്. നമ്മൾ ഈ പേരൻറ്റിങ് എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന മേഖല കാണാതെ പോയിട്ട് എക്വിപ്ഡ് ആകാത്ത ആളുകളെ ഉണ്ടാകുകയും പാവ പോലുള്ള കുട്ടികളാണ് ഉണ്ടാകുന്നത്. 3-4 പേരുമായിട്ട് മാത്രം ചേർന്നായിരിക്കും വളരെ രക്ഷിച്ച് കൊണ്ടുവരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അവസാനം ഇത് അവർ ലോകത്ത് ജീവിക്കേണ്ടതല്ലേ, നമുക്ക് ശേഷവും ജീവിക്കേണ്ടവരല്ലേ. അതിനുള്ള എബിലിറ്റി ഇല്ലാത്തവരായി മാറുക എന്നുള്ളതാണ്. പിന്നെ സ്വത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ വേലിയൊക്കെ കെട്ടി ഗൂർക്കായൊക്കെ നിർത്തി അപ്പോഴും തടവറയ്ക്കകത്താണ് നമ്മൾ യഥാർത്ഥം ജീവിക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങി സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിപ്പോൾ. അപ്പോൾ എക്വിപ്ഡ് ആകുക എന്ന് പറയുന്ന ധാരാളം മനുഷ്യരുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ട കാര്യമാണ്. പല സെൽഫുകൾ രൂപപ്പെടുകയെന്നും ആ സെൽഫുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും കൂടെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ഏരിയകളിലാണ് ഈ പ്രണയ സമയത്ത് നമ്മൾ കണ്ട കൊച്ചിനെ വളർത്തുന്ന സമയത്തും ഒക്കെ ഇവർ സ്വന്തമായി തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായി മാറുക എന്ന് പറയുന്നതാണ് പാരന്റിങ്. തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവരായി മാറ്റുന്നതാണ് പാരന്റിങ്. അല്ലാതെ തിരഞ്ഞെടുക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കാനും നമ്മൾ ഇന്ന് ജനാധിപത്യ രാജ്യത്താണ്, പൗരന്മാരാണ്. അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. അറിഞ്ഞ് നമ്മൾ കൺസെന്റിനെ പറ്റി എങ്ങനെ പറയുന്നത്, അറിഞ്ഞ് സമ്മതം കൊടുക്കണം. അറിയുക എന്ന് പറയുന്ന പ്രക്രിയയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇൻഫോംഡ് കൺസെന്റ് കൊടുക്കണമെങ്കിൽ അറിയണം, ഇൻഫർമേഷൻ വേണം. അതില്ലാത്തവരിപ്പം നമ്മൾ ഈ ആശുപത്രി പോകുമ്പോൾ ഓപ്പറേഷന് ഒരു കടലാസ് തരും ഒപ്പിട്ട് കൊടുക്കാൻ. നമ്മളെല്ലാവരും ഒപ്പിട്ട് കൊടുക്കും, ഒന്നും വായിക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനസ്തേഷ്യ കൊടുത്താൽ കോമയിൽ പോകും. ഒരു 10-500 പേർക്ക് ഒരാൾക്ക് സാധ്യതയാണ്. അത് കാരണം കൊണ്ട് വലിയ റിസ്ക്കാണത്. ഓപ്പറേഷനേക്കാളും വലിയ റിസ്ക്കാണ്. അതിന് സമ്മതമുണ്ടോ എന്നാ ചോദിച്ചോട്ട് അതിൽ ഒപ്പിടുന്നത്. അത് വായിച്ച് നമ്മൾ ഇൻഫോംഡ് കൺസെൻറ്റാണ് കൊടുക്കേണ്ടത്. ഇതെല്ലാം ഇതുപോലെ പഠിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇൻഫോംഡ് കൺസെൻറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. അറിഞ്ഞ് സമ്മതം കൊടുക്കുന്നവരായിട്ട് വരേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് പഠിപ്പിക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് വീണ്ടും വന്ന ജീവിതത്തിലേക്ക്. മറ്റേന്ന് തെരഞ്ഞെടുപ്പില്ലായിരുന്നു, കൈ പിടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. വീണ്ടും തിരഞ്ഞെടുക്കുന്ന സ്കൂളിലും കോളേജിലും എല്ലാം പോയി പഠിച്ച് സ്വന്തമായി ജീവിക്കാൻ കഴിവുള്ളവരായിട്ട് മക്കളെല്ലാം ആണും പെണ്ണും മാറേണ്ടി നിൽക്കുന്ന ലോകത്ത് അവരെ എക്വിപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് പാരന്റിങ്. അല്ലാതെ അവരെ രക്ഷകർത്താക്കളായി പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിവില്ലാത്തവരാക്കി മാറ്റുകയും തന്നെത്താൻ തിരഞ്ഞെടുക്കാൻ ഭയമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്ന സ്ഥലത്ത് പെടുത്തരുത്. ഇത്തരത്തിലൊരു പാരന്റിങ് സ്റ്റൈൽ നമ്മൾ പാലിച്ച് ഇതിനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസൊക്കെ കേൾക്കുന്നില്ല, ഒരുപാട് ആത്മഹത്യകൾ.
അതൊക്കെ ഇല്ലാതായി. അത് കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്, ഒരു പരിചയമില്ലാത്ത ഒരാള്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കാം, ഒരു പരിചയമില്ലാത്ത ഒരാള്, അയാളാണെങ്കിൽ ആദ്യത്തെ ദിവസം കൊണ്ട് അടുപ്പത്തോടെ അങ്ങ് പെരുമാറുകയല്ലേ. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ ആരും തൊടാനായിരിക്കുന്നത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ബാഡ് ടച്ച് എന്ന് പറഞ്ഞിടത്തായിട്ടാണ് ഇയാൾ എല്ലാം പെരുമാറുന്നത്. കുഴഞ്ഞു പോകത്തില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ആളുകളെ എക്യുപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അങ്ങനെയല്ല അത് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കൺസെൻറ്റോടെ നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നിടത്താണ്, അവിടെയാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന മേഖല. അറിഞ്ഞ് അനുവാദം കൊടുക്കാനുള്ള കഴിവുള്ള ആളിനെ ഉണ്ടാക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. കുഞ്ഞെ ഉണ്ടാക്കാൻ എല്ലാ ജീവിക്കും അറിയാം, അതിന് പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ട. പക്ഷെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ പഠിപ്പിച്ചു വന്നിരുന്നത് എങ്ങനെയാണ്? പുരുഷന്മാരാണ് പ്രപഞ്ചം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ കൃഷി സമൂഹത്തിൽ മുഴുവൻ ഉണ്ടായത്. ഇപ്പം അങ്ങനെയല്ല, സ്കില്ലുള്ള ആളായി ആർക്കും മാറാൻ പറ്റും. ബലം എന്ന് പറയുന്നത് നിർണീതമല്ലാതെ, ഡിറ്റർമിൻഡ് അല്ലാതായി മാറി. പിന്നെ ബലം ഇപ്പോൾ ഒരു കാർ ഓടിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് ബലം വേണ്ട, സ്കില്ല് മതി. പ്ലെയിൻ ഓടിക്കാൻ സ്കില്ല് മതി, സ്പേസിൽ പോകാൻ സ്കില്ല് മതി. ഇത് ആണും പെണ്ണിനും ഒരു വ്യത്യാസവും വരത്തില്ല. എക്വിപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് അതിനകത്ത് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ വ്യവസായ സമൂഹത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ബലമല്ല, കൃഷി സമൂഹത്തിൻ്റെ കാതലായിരുന്നത് ബലമായിരുന്നു. ഇതാണ് ആത്മപുരുഷന്മാർക്ക് പ്രധാനമുള്ളതായി. ഇന്ന് രണ്ടുപേർക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് സ്കില്ല്. അതുകൊണ്ടാണ് അധ്യാപികയാകുന്നതിന് പണ്ട് ഡോക്ടറാകുക എന്ന് പറയുന്ന മുഴുവൻ പുരുഷന്മാരായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല. എന്നുവെച്ചാൽ സ്കില്ല് മാത്രമാണിത്. ഈ വ്യവസായ സമൂഹത്തിൻ്റെ കാതലെന്ന് പറയുന്നത്, കേന്ദ്രം എന്ന് പറയുന്നത് സ്കില്ലാണ്. സ്കില്ലിലേക്ക് ലോകം മാറി എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ബലത്തിൽ നിന്ന് സ്കില്ലിലേക്ക് മാറിയിരിക്കുന്ന സമൂഹത്തിനകത്ത് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ തുല്യരാണ്. ജനാധിപത്യത്തിനകത്ത് പൗരരായി 18ാമത്തെ വയസ്സിൽ എല്ലാവരും പൗരരായി മാറുന്നു. എല്ലാവർക്കും ആണായാലും ഒരു വോട്ട്, പെണ്ണായാലും ഒരു വോട്ട്, 20 വയസ്സുള്ളവനായാലും 40 വയസ്സുള്ളവനും 60 വയസ്സും 80 വയസ്സുള്ളവനും ഒരു വോട്ട് എന്ന് പറയുന്ന നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്ന് പറയുന്ന ആധുനിക ജനാധിപത്യ പൗരബോധമുള്ള സമൂഹത്തിൻ്റെ നിർമ്മാണത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അറിയണം. അത് കൃഷിക്കാരായിരിക്കുന്ന നമ്മളാണ് അത് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പം നമ്മുടെ മൂല്യബോധമല്ല ആധുനിക ജനാധിപത്യത്തിൻ്റെ മൂല്യബോധം. ഇതുകൊണ്ടാണ് നമ്മുടെ വീടുകളിനകത്ത് ഈ പഴയ കാലത്തെ വേദങ്ങൾ വായിച്ച് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഭരണഘടനയാണ് വായിച്ച് പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമാണ് ഉണ്ടാകേണ്ടത്. തുല്യതയെപ്പറ്റിയുള്ള അറിവാണ് ഉണ്ടാകേണ്ടത്. വ്യത്യസ്തമായ സെൽഫുകൾ എങ്ങനെയാണ് തിരിച്ചറിയാനുള്ള കഴിവ് എങ്ങനെ ഉണ്ടാകുക എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. വ്യത്യസ്തമായ കഴിവുകൾ കൊടുക്കുന്ന സ്കിൽ ഡെവലപ്മെൻ്റാണ് ചെയ്യേണ്ടത്. അല്ലാതെ കഴിവില്ലാത്തവരായിട്ട് 25ാമത്തെ വയസ്സിൽ കാർ ഓടിക്കാൻ പഠിക്കാൻ പോകും. നമ്മൾ അപ്പോഴത്തേനും നമ്മൾ വളർന്ന് മരണവും വേദനയൊക്കെ നമുക്ക് അനുഭവിക്കാൻ തയ്യാറല്ല. 15ാമത്തെ വയസ്സ് തൊട്ട് 18ാമത്തെ വയസ്സ് വരെയുള്ള സമയത്താണെങ്കിൽ അത് പഠിപ്പിച്ചാൽ എല്ലാ തരത്തിലും, കാരണം ലൈഫ് റിസ്ക് എടുത്ത് പഠിക്കാനായിട്ട് ആ സമയത്തെ കഴിയുള്ളൂ. അപ്പം ഈ സ്കില്ലുകൾ മുഴുവനും നേരത്തെ ആരംഭിക്കണ്ട. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോഡിൽ ഓടിക്കാൻ അവകാശമില്ലാത്തപ്പോഴും പഠിക്കാൻ പറ്റും. കാറായാലും മോട്ടോർ സൈക്കിളായാലും എല്ലാം പഠിക്കാൻ പറ്റും. പക്ഷേ പുറത്ത് ഒരു പൗരബോധമുള്ള ഒരാളായി മാറണമെന്ന് എല്ലാ തരത്തിലും നമ്മൾ എടുക്കുന്നത് 18 വയസ്സ് ആണ് വെച്ചിരിക്കുന്നത്. ആ 18 വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് ഉള്ളൂ. പക്ഷെ പഠിക്കണം സ്കില്ല്. അപ്പം നേരത്തെ, എത്രയും നേരത്തെ പഠിക്കുന്നു അത്രയും നേരത്തെ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇതിൻ്റെ കാര്യത്തിന് അത് വയലിൻ പഠിപ്പിക്കുകയാണെങ്കിൽ 4ാമത്തെ വയസ്സ് തൊട്ട് പഠിപ്പിക്കും. ജിംനാസ്റ്റിക്സ് 3ാമത്തെ വയസ്സ് തൊട്ട് പഠിപ്പിക്കും. പാട്ട് പാടുന്നതാണെങ്കിൽ വെള്ളത്തിലിറക്കി നിർത്തി കഴുത്തേ വരാതെ, അതൊന്നും ചൈൽഡ് അബ്യൂസായിട്ട് നമ്മൾ കാണത്തില്ല. ഇതൊക്കെ നമ്മൾ ഭയങ്കര പീഡനപരമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ വേണ്ടതാണെന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. വേറൊരാളെ ആയിട്ട് കൈകാര്യം ചെയ്യാനും അവരെ മനസ്സിലാക്കാനും അനുവദിക്കത്തില്ല. ഈ ഏരിയകളിലാണ് നമ്മുടെ പുതിയ സമൂഹത്തിനകത്ത് ആളുകൾ ചെയ്യേണ്ടത്. എവിടെയാണ് എങ്ങായിരിക്കുമ്പോൾ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഇൻഫർമേഷൻ, അതിനുള്ള അറിവ് അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടായ ആളുകൾ പ്രണയിക്കാൻ പോകുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അവർക്കറിയാം. അവരോട് പ്രത്യേകിച്ച് പറയണ്ട, ഇങ്ങനെയുള്ള ആളിനെ നമുക്ക് പറ്റത്തില്ല, ഈ ആളിനെ നമുക്ക് പറ്റത്തില്ല. കണ്ടാൽ കൊള്ളാം, ചിരിച്ചതും കൊള്ളാം,
ബാക്കി എല്ലാത്തിനും കൊള്ളാം, പക്ഷേ ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ആണും പെണ്ണും തിരഞ്ഞെടുക്കുന്നതാണ് ഡേറ്റിംഗ്. അപ്പോഴാണ് നല്ല പ്രണയവും ഉണ്ടാവുള്ളൂ. ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആള് നമ്മുടെ കൂടെ ആയാൽ നമുക്ക് കൊള്ളാം, അപ്പോൾ നമുക്ക് നല്ല പ്രണയം ഉണ്ടാവും.